ഹെഡ്ലൈൻസ്. ശബരിമല സ്വർണ്ണക്കവർച്ച വിഷയത്തിൽ സംഘർഷഭരിതമായ നിയമസഭാ സമ്മേളനം. സ്പീക്കറുടെ ചേംബറിലേക്ക് തുടർച്ചയായി ചാടിക്കേറാൻ ശ്രമിച്ച പ്രതിപക്ഷ MLA-മാർ. വാചാപാടുവായി തമ്മിൽ ഉന്തും തള്ളും. സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട പാരഡി ഗാനം പാടി പ്രതിപക്ഷത്തിന്റെ വാക്കൌട്ട്. പ്രതിപക്ഷത്തിന് മാത്രമല്ല തനിക്കും അവകാശങ്ങളുണ്ടെന്ന സ്പീക്കർ. സ്പീക്കറുടെ മുഖം മറച്ചാണോ പ്രതിഷേധിക്കേണ്ടതെന്ന വിമർശനം. സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് സ്പീക്കറുടെ ഒരു അന്ധനെ പോലെയാക്കി ഈ രീതിയിൽ ജനാധിപത്യം കൈകാര്യം ചെയ്തത് ശരിയാണോ? അത് ബഹുമാനപ്പെട്ട LOP പരിശോധിക്കേണ്ട കാര്യമാണ്. ഇവിടെ ജനാധിപത്യ രീതി എന്ന് പറയുമ്പോൾ ജനാധിപത്യ അവകാശം വെറും പ്രതിപക്ഷങ്ങൾക്ക് മാത്രമല്ല, സ്പീക്കർക്കുമുണ്ട്. സ്പീക്കറുടെ മുഖം പൂർണ്ണമായി മറച്ച് സ്പീക്കർക്ക് ആളുകളെ കാണാത്ത രീതിയിൽ കൈകാര്യം ചെയ്ത രീതി ശരിയായില്ല. പ്യൂർലി അൺഫെയർ ആണ്. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ സഭ സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം. SIT അന്വേഷണം വഴിമുട്ടിയെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദം ചെലുത്തുന്നുവെന്നും പ്രതിപക്ഷ നേതാവ്. സഭയ്ക്കകത്തും സമരം തുടരുമെന്ന് VD സതീശൻ. സാർ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം കൊണ്ടാണ് സാർ SIT ഇങ്ങനെ ചെയ്യുന്നത്. സാർ, അതുകൊണ്ട് ഞങ്ങൾ സമരം കടുപ്പിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഈ സഭയിലും ഞങ്ങൾ ആ സമരം ഈ സഭയ്ക്കകത്തേക്കും തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമെന്ന് കുറ്റപ്പെടുത്തി മന്ത്രി MP രാജേഷ്. ഹൈക്കോടതിയിൽ നിന്ന് 2 കരണക്കുറ്റിക്ക് മടി കിട്ടിയെന്നും പരിഹാസം. വിഷയദാരിദ്ര്യം മൂലം ഇന്ന് ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. എന്തൊരു അതിക്രമമാണ് സർ കാണിക്കുന്നത് എല്ലാ ദിവസവും. പ്രതിപക്ഷ MLA-മാരെ ഭരണഘടന പഠിപ്പിക്കണമെന്ന് മന്ത്രി V ശിവൻകുട്ടി. സ്വർണ്ണക്കവർച്ചയിലെ പാരഡി ഗാനവും സഭയിൽ ആലപിച്ച മന്ത്രി. യഥാർത്ഥത്തിൽ സ്വർണം കെട്ടത് ആരപ്പ? കോൺഗ്രസ് ആണ് അയ്യപ്പ. സംരക്ഷിക്കുന്ന ആരപ്പ? സോണിയാഗാന്ധിയാണ് അയ്യപ്പ. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ വിശദീകരണവുമായി കേന്ദ്ര സർക്കാർ. ഇന്ത്യക്ക് ലഭിച്ചത് അയൽ രാജ്യങ്ങളെക്കാൾ മികച്ച കരാറെന്ന് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. കരാർ യാഥാർത്ഥ്യമായത് മാസങ്ങൾ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ. ഇന്ത്യയുടെ ഭാവിക്ക് ഉത്തേജനം നൽകുന്ന കരാറെന്നും പീയൂഷ് ഗോയൽ. മോദി ട്രംപിന് കീഴടങ്ങിയെന്ന് പ്രതിപക്ഷം. പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. കരസേനാ മുൻ മേധാവി MA നരവാനയുടെ ലേഖനത്തിലെ പരാമർശത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ലേഖനം വായിക്കാൻ രാഹുൽ ഗാന്ധിക്ക് അനുമതി നൽകാത്തതിൽ പ്രതിപക്ഷ പ്രതിഷേധം. മീശപ്പുറത്ത് കയറി പേപ്പർ കീറിയെറിഞ്ഞ MP-മാർ. ഡീൻ കുര്യാക്കോസ്, ഹൈബി ഈഡൻ ഉൾപ്പെടെ 8 MP-മാർക്ക് സസ്പെൻഷൻ. RRTS പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട്. ആദ്യഘട്ടത്തിന് അനുമതി നൽകി ഗതാഗത വകുപ്പ് ഉത്തരവിറക്കി. അനുമതി തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ആദ്യഘട്ടത്തിന്. നിലാവേ മായുമോ ഇനാവും നോവുമാ ഇളം തേൻ തെന്നല തലോടും പാട്ടുമാ ഇതൾ മാഞ്ഞൊരോർമ്മയെല്ലാം. പ്രശസ്ത സംഗീത സംവിധായകൻ SP വെങ്കടേഷ് അന്തരിച്ചു. അന്ത്യഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലെ വീട്ടിൽ. ഹിറ്റ്ലർ, കിലുക്കം, ധ്രുവം, ജോണി വാക്കർ, മിനാരം തുടങ്ങി 150-ലധികം ഗാനങ്ങൾക്ക് ഈണം പകർന്നു. വിടവാങ്ങിയത് തെന്നിന്ത്യൻ സിനിമകളുടെ സംഗീതരാജൻ. വാട്സപ്പിനും മെറ്റയ്ക്കും മുന്നറിയിപ്പുമായി സുപ്രീം കോടതി. ഇന്ത്യയിലെ നിയമങ്ങൾ അനുസരിക്കാൻ കഴിയില്ലെങ്കിൽ രാജ്യം വിട്ടുപോകണം. പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം. പൗരന്മാരെ ചൂഷണം ചെയ്യാൻ അനുവദിക്കില്ലെന്നും സുപ്രീം കോടതി. നിയമസഭയിൽ ഇന്നും ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തെ ചൊല്ലി പ്രതിഷേധ ബഹളം. പ്രത്യേക അന്വേഷണ സംഘത്തിന്മേൽ ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്തുന്നു എന്നാരോപിച്ച് പ്രതിപക്ഷം നിയമസഭാ നടപടികൾ ബഹിഷ്കരിച്ചു. സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാൻ പ്രതിപക്ഷം നടത്തിയ ശ്രമം വാച്ചാൻ വാർഡും അംഗങ്ങളുമായുള്ള സംഘർഷത്തിന്റെ വക്ക് വരെ എത്തി.
സ്വർണ്ണക്കൊള്ള ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കവർന്നത് യാതൊരു തെളിവുമില്ലാതെ ഇനി പുതിയ പ്രതികളെ കുറിച്ചുള്ള അന്വേഷണം പോലും നടത്താതെ ഉള്ള പ്രതികൾക്ക് പുറത്തിറങ്ങാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തുള്ള അപകടകരമായ നിലയിലേക്ക് SIT അന്വേഷണത്തേക്ക് സാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം കൊണ്ടാണ് സാർ SIT ഇങ്ങനെ ചെയ്യുന്നത്. സാർ അതുകൊണ്ട് ഞങ്ങൾ സമരം കടുപ്പിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഈ സഭയിലും ഞങ്ങൾ ആ സമരം ഈ സഭയ്ക്കകത്തേക്കും തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞങ്ങൾ സഭാ നടപടികളുമായി സഹകരിക്കുന്നില്ല എന്ന് അങ്ങേ അറിയിക്കുന്നു. സർ, നിയമസഭാ നടപടികൾ തുടങ്ങിയതോടെ ശബരിമല സ്വർണ്ണപ്പാളി വിവാദമുയർത്തി പ്രതിപക്ഷ ബഹളം. നടുത്തളത്തിൽ ഇറങ്ങിയ പ്രതിപക്ഷം ബാനറുകളും പ്ലക്കാർഡുകളും ഉയർത്തി. പ്രതിരോധിക്കാൻ ഭരണപക്ഷ നിരയിൽ നിന്നും മന്ത്രി MB രാജേഷ് ശ്രമം നടത്തി. ജനങ്ങളുള്ള വെല്ലുവിളിയാണ് പ്രതിപക്ഷം നടത്തുന്നതെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. ഇതോടെ ബഹളം ശക്തമായി. മന്ത്രി V ശിവൻകുട്ടിയും പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചെങ്കിലും അതും പരാജയപ്പെടുകയായിരുന്നു. പ്രതിപക്ഷ നിരയിൽ നിന്നും 2 അംഗങ്ങൾ സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. ഇത് വാച്ച് ആൻഡ് വാർഡും പ്രതിപക്ഷ അംഗങ്ങളും തമ്മിലുള്ള ഉന്തിലും തള്ളിലും വരെ എത്തി. ബഹളത്തിനിടയിൽ പ്രതിപക്ഷ അംഗങ്ങൾ ഉയർത്തിയിരുന്ന ബാനർ പിടിച്ചെടുക്കാൻ വാച്ച് ആൻഡ് വാർഡ് അംഗങ്ങൾ നടത്തിയ ശ്രമവും സംഘർഷത്തിന്റെ വക്കോളം എത്തിച്ചു. ഈ സഭക്കകത്ത് ഡയസിലേക്ക് കയറാൻ ശ്രമിച്ച MLA-മാരുടെ നടപടി ശരിയായില്ല. ശ്രീമതി യു പ്രതിഭ, ബഹുമാനപ്പെട്ട തുടർന്ന് സഭ പിരിഞ്ഞ് 10 മിനിറ്റിന് ശേഷം ചേർന്നെങ്കിലും പ്രതിപക്ഷ ബഹളം തുടർന്നു. പ്രതിപക്ഷ പ്രതിഷേധം യാഥാർത്ഥ്യം മറച്ചുവെക്കാനാണെന്ന് മുഖ്യമന്ത്രി സഭയിൽ വിശദീകരിച്ചു. സർ, ഇത് ബോധപൂർവം കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. നാട്ടിൽ ചെലവാകാത്ത കാര്യം, കോടതിയുടെ മുന്നിൽ ചെലവാകാത്ത കാര്യം, കോടതിയിൽ നിന്ന് ശക്തമായ അടി ഏറ്റപ്പോൾ ഇവിടെ വന്ന് ബഹളം വെച്ച് കാര്യങ്ങൾ നേടാനാണ് നോക്കിയത്. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചതിന് ശേഷവും സഭാ നടപടികൾ തുടർന്നു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. നിയമസഭയിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ രോഷാകുലനായി സ്പീക്കർ. പ്രതിപക്ഷ അംഗങ്ങളാണ് പ്രകോപനമുണ്ടാക്കാൻ ശ്രമിച്ചതെന്നും ജനാധിപത്യ അവകാശം പ്രതിപക്ഷത്തിന് മാത്രമല്ല സ്പീക്കർക്കുമുണ്ടെന്നും AN ഷംസീർ പറഞ്ഞു. സ്പീക്കറുടെ മുഖം പൂർണ്ണമായി മറച്ച് അന്ധനെ പോലെയാക്കിക്കൊണ്ട് ജനാധിപത്യം കൈകാര്യം ചെയ്ത രീതി ശരിയല്ലെന്നും സ്പീക്കർ പറഞ്ഞു. ബാനർ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് സ്പീക്കറുടെ ഡയസിലേക്ക് കയറാൻ ശ്രമിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന് മറുപടിയായിട്ടായിരുന്നു സ്പീക്കറുടെ പ്രതികരണം. ജനാധിപത്യ അവകാശം LOPക്കും പ്രതിപക്ഷത്തിനും മാത്രമല്ല സ്പീക്കർക്കുണ്ട്. അത് ഫെയർ ആണോ എന്ന് നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് സ്പീക്കറുടെ ഒരു അന്ധനെ പോലെയാക്കി ഈ രീതിയിൽ ജനാധിപത്യം കൈകാര്യം ചെയ്തത് ശരിയാണോ? അത് ബഹുമാനപ്പെട്ട LOP പരിശോധിക്കേണ്ട കാര്യമാണ്. ഇവിടെ ജനാധിപത്യ രീതി എന്ന് പറയുമ്പോൾ ജനാധിപത്യ അവകാശം വെറും പ്രതിപക്ഷങ്ങൾക്ക് മാത്രമല്ല സ്പീക്കർക്കുമുണ്ട്. സ്പീക്കറുടെ മുഖം പൂർണ്ണമായി മറച്ച് സ്പീക്കർക്ക് ആളുകളെ കാണാത്ത രീതിയിൽ കൈകാര്യം ചെയ്ത രീതി ശരിയായില്ല. പ്യൂർലി അൺഫെയർ ആണ്. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ശബരിമല സ്വർണ്ണ കവർച്ച പാരഡി ഗാനം പാടി മന്ത്രി V ശിവൻകുട്ടി. സ്പീക്കർ മുൻകൈയെടുത്ത പ്രതിപക്ഷ MLA-മാർക്ക് ഭരണഘടനാ ക്ലാസുകൾ എടുക്കണമെന്നും മന്ത്രി പറഞ്ഞു. യഥാർത്ഥത്തിൽ സ്വർണം കെട്ടത് ആരപ്പ? കോൺഗ്രസ് ആണ് അയ്യപ്പ. സംരക്ഷിക്കുന്ന ആരപ്പ? സോണിയാഗാന്ധിയാണ് അയ്യപ്പ എന്നാണ് സാർ എഴുതി വെക്കേണ്ടത്. ഇനി എന്ത് വേണം സാർ? ഇത് ഇതിൽ കൂടുതൽ എങ്ങനെയാണ് സഹിക്കുന്നവർ സഭയിൽ എന്നുള്ള നിലയിൽ? അങ്ങ് മുൻകൈയെടുത്തുകൊണ്ട് സ്കൂൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് മുൻപ് ഈ ബഹുമാനപ്പെട്ട മെമ്പർമാരെ ഭരണഘടന പഠിപ്പിക്കണം. എന്നാൽ മാത്രമേ സഭ കൊണ്ടുപോകുന്നതിന് വേണ്ടി കഴിയുള്ളൂ. നിയമസഭയിൽ മന്ത്രിമാർ സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും നിരന്തരം അപമാനിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇതിലൂടെ BJPയുടെ ഗുഡ് ബുക്കിൽ ഇടം നേടാനാണ് ശ്രമം. ഇതിനെതിരെ മന്ത്രിമാർക്കെതിരെ ശക്തമായ പ്രചരണം നടത്തുമെന്നും VD സതീശൻ പറഞ്ഞു.
വംശഹത്യയ്ക്ക് ആഹ്വാനം ചെയ്ത് കേന്ദ്രമന്ത്രിയുമായി എനിക്കുള്ള സൗഹൃദത്തിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്ത ഈ മന്ത്രി നിലവാരമില്ലാതെ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രിയുടെ കൂടെ ചായ കുടിക്കാൻ പോയി എന്ന് പരന്താണ രീതിയിൽ ആരോപണം ഉന്നയിച്ചു. മന്ത്രി ശിവൻകുട്ടിയും മറ്റു മന്ത്രിമാരും നിരന്തരമായി ശ്രീമതി സോണിയാഗാന്ധിയെ അധിക്ഷേപിക്കുക. ശ്രീമതി സോണിയാഗാന്ധിയെയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെയും നിരന്തരമായി അധിക്ഷേപിച്ച് BJPയുടെ ഗുഡ് ബുക്കിൽ കയറാനുള്ള ശ്രമമാണ്. BJP നേതൃത്വത്തെ സന്തോഷിപ്പിക്കാനുള്ള ശ്രമമാണ്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിലേക്ക് നയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. മോദിയുടെ നേതൃത്വത്തിൽ വ്യാപാര കരാറിന് അന്തിമ രൂപം നൽകി. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വ്യാപാര കരാറിന് അന്തിമ രൂപം നൽകിയെന്ന് പീയൂഷ് ഗോയൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പാർലമെന്റിൽ ഇത് പറയാൻ പ്രതിപക്ഷം അനുവദിച്ചില്ല. ട്രംപുമായുള്ള പ്രധാനമന്ത്രി മോദിയുടെ സൗഹൃദം കരാർ യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ചെന്നും മന്ത്രി വ്യക്തമാക്കി. കാർഷിക ക്ഷീര ഉൽപ്പന്നങ്ങൾക്ക് സംരക്ഷണം ഉറപ്പാക്കിയുള്ള കരാറാണ് ധാരണയിലെത്തിയതെന്നും പീയൂഷ് ഗോയൽ വിവരിച്ചു. ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് വലിയ നേട്ടമുണ്ടാകും. ലക്ഷക്കണക്കിന് രൂപയുടെ നിക്ഷേപം കരാറിലൂടെ കിട്ടും. അയൽ രാജ്യങ്ങളെക്കാൾ മികച്ച കരാറാണ് ഇന്ത്യക്ക് ലഭിച്ചതെന്നും പീയൂഷ് ഗോയൽ പറഞ്ഞു. നീണ്ട 12 മാസത്തെ ചർച്ചകൾക്കും വാദപ്രതിവാദങ്ങൾക്കും ഒടുവിൽ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിന് ധാരണയായത്. ഇന്ത്യക്ക് മേൽ അമേരിക്ക ചുമത്തിയ 50% തീരുവ 18% കുറച്ചതായി ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിലൂടെയാണ് അറിയിച്ചത്. माननीय प्रधानमंत्री नरेंद्र मोदी जी ने कल इतनी बढ़िया डील भारत के लिए तय की है जो इतने वर्ष 1 महीनों में हम तय नहीं कर पा रहे थे. उन्होंने अपने मित्रता के आधार पर भारत के हितों को प्राथमिकता देते हुए और भारत की तेज गति से बढ़ती हुई अर्थव्यवस्था को विश्व के सामने जिस प्रकार से पेश किया है, यहां तक कि हमने देखा इतना बड़ा ट्रेड डील रीजनल कॉम्प्रिहेंसिव इकोनॉमिक पार्टनरशिप RCEP जिसमें कांग्रेस ने भारत को झोंक दिया था, इस क्षेत्र में लोगों को उज्जवल भविष्य मिले और मौके मिले, आमदनी बढ़े, उसके लिए लगातार काम किया है. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ പ്രതിഷേധം. പ്രധാനമന്ത്രി ട്രംപിന് കീഴടങ്ങിയെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. പ്ലക്കാർഡുകളും സറണ്ടർ മോദി എന്ന മുദ്രാവാക്യം വിളികളും പ്രതിപക്ഷം ഇരുസഭകളിലും നടുത്തളത്തിലിറങ്ങി ഉയർത്തി. ഇന്ത്യയുടെ നയം പ്രഖ്യാപിക്കാൻ ട്രംപിന് ആരാണ് ഡൊണാൾഡ് ട്രംപിന് പുറം കരാർ നൽകിയതെന്ന് പ്രതിപക്ഷം ചോദിച്ചു. പ്രതിപക്ഷ ബഹളം തുടർന്നതോടെ രാജ്യസഭയും ലോക്സഭയും സ്തംഭിച്ചു. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനായുള്ള ധാരണയ്ക്ക് പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ച് NDA പാർലമെന്ററി പാർട്ടി യോഗം. മുദ്രാവാക്യം വിളിയോടെയാണ് NDA അംഗങ്ങൾ പ്രധാനമന്ത്രിയെ വരവേറ്റത്. കരാർ ഇന്ത്യക്ക് നിർണായകമെന്നും വളർച്ചയ്ക്ക് സഹായിക്കുമെന്നും നരേന്ദ്രമോദി NDA പാർലമെന്ററി പാർട്ടി യോഗത്തെ അറിയിച്ചു. ലോകക്രമം മാറുന്നു എന്നും ഉൽപാദന രംഗത്ത് വലിയ നേട്ടമുണ്ടാകുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. धर्मेंद्र जी 1 मिनट. प्रश्न संख्या उत्तर रखा गया महोदय. उत्तर सभा पटल. अन्य सदस्यगण प्रश्नकाल के अंदर नियोजित तरीके से बेल में आकर नारेबाजी करने का कोई तर्क है क्या? प्रश्नकाल तो माननीय सदस्यों का समय होता है, उसमें माननीय सदस्य प्रश्न उठाते हैं, सरकार की जवाब देते होती है. आप प्रश्नकाल के अंदर नियोजित तरीके से सदन के अंदर नारेबाजी करते हैं, ये उचित है क्या? आप सदन चलने दें. महामहिम राष्ट्रपति जी के अभिभाषण पर चर्चा होगी. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെ കുറിച്ച് പ്രധാനമന്ത്രി വിശദീകരിക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ചരിത്രത്തിൽ ആദ്യമായാണ് മറ്റൊരു രാഷ്ട്രത്തിന്റെ പ്രസിഡന്റ് നമ്മുടെ രാജ്യത്തിന്റെ കരാർ പ്രഖ്യാപിക്കുന്നത്. രാജ്യത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് ട്രംപാണെന്നും ട്രംപിന് മുന്നിൽ നരേന്ദ്രമോദി കീഴടങ്ങുകയാണെന്നും KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി.
18% തീരുവ കുറച്ചെങ്കിലും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 0 ടാക്സ് ആക്കി മാറ്റി. റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങാൻ പാടില്ല, വെനിസ്വേലയിൽ നിന്ന് വാങ്ങണമെന്ന് തീരുമാനിച്ചു. അത് മാത്രമല്ല, അതിലത്തെ ഓരോ കണ്ടീഷനും ട്രംപ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് സറണ്ടർ ചെയ്ത പോലെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. അതിന്റെ രാജ്യത്തിന്റെ പരമാധികാരം സറണ്ടർ ചെയ്യുന്ന, രാജ്യത്തിന്റെ ദേശാഭിമാനത്തെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നമാണിത്. നമ്മുടെ പ്രധാനമന്ത്രിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ പോലും അമേരിക്കൻ പ്രസിഡന്റാണ് പ്രഖ്യാപനം നടത്തുന്നത്. ഈ അമേരിക്കൻ പ്രസിഡന്റ് അത് പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനവും കൂടെ അങ്ങ് ട്രംപിനെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി മോഡി, അതായിരിക്കും നല്ലത്. പക്ഷേ ഇന്ത്യയുടെ എല്ലാ കാര്യങ്ങളും ട്രംപിന് പറയാനാണ് അവകാശമെങ്കിൽ ഇതുപോലെ സറണ്ടർ ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടാവും. എന്നിട്ട് ഇവർ പ്രസംഗിക്കുക ദേശാഭിമാനം, രാജ്യത്തിന്റെ അഭിമാനം. മുൻ കരസേനാ മേധാവി മനോജ് മുകുന്ദ് നരവാനയുടെ ലേഖനത്തിൽ ലോക്സഭയിൽ ഇന്നും ഭരണ പ്രതിപക്ഷ ബഹളം. ലേഖനം സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചതോടെയാണ് പ്രതിഷേധമുണ്ടായത്. ലേഖനം മേശപ്പുറത്ത് വെച്ച രാഹുൽ ഗാന്ധി ലേഖനം വായിക്കാൻ അനുമതി നേടിയെങ്കിലും അനുമതി നൽകിയില്ല. ഇതോടെ KC വേണുഗോപാൽ അടക്കമുള്ള പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധിച്ചു. ബന്ധമില്ലാത്ത വിഷയം ഉന്നയിക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നുവെന്നായിരുന്നു കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ ആരോപണം. കിരൺ റിജിജു സഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് KC വേണുഗോപാൽ തിരിച്ചടിച്ചു. പ്രതിപക്ഷ എംപിമാർ മേശപ്പുറത്ത് കയറി പേപ്പറുകൾ കീറിയെറിഞ്ഞു. സംഭവത്തിൽ ഡീൻ കുര്യാക്കോസ്, ഹൈബി ഈഡൻ, മാണിക്യം ടാഗോർ അടക്കം 8 പ്രതിപക്ഷ എംപിമാരെ ഈ സമ്മേളന കാലം കഴിയും വരെ സസ്പെൻഡ് ചെയ്തു. Permission to speak on the honorable president's speech. I am speaking. What are you telling? What permission are telling to LOP? Permit him to speak. What is this? Sir, Speaker, 1 second. Sir. Speaker, sir. Sir, yesterday, honorable speaker has given a ruling. It is not a permission that I am being given, Speaker, sir. I am not being given a permission. What is the permission? I am the leader of the opposition of this country. You are not giving me permission. It is my right. Rule 349. Under Rule 349. No. Honorable speaker has given a ruling under Rule 349. I am not given permission by anyone. I am leader of opposition. So I am just objecting to that. I have called your name. Everybody speaks with the permission of the chair. Please. Nobody Because, can sir, stop the chair. there was an altercation. Everybody speaks on the permission of the chair. Please speak, sir. 1 second. 1 second, sir. Yes, please speak. Speaker, sir, in Ladakh, in eastern Ladakh, there was a conflict. Our soldiers were killed. പ്രശസ്ത സംഗീത സംവിധായകൻ SP വെങ്കടേഷ് അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലെ വീട്ടിലായിരുന്നു അന്ത്യം. 70 വയസ്സായിരുന്നു. ഹിറ്റ്ലർ, കിലുക്കം, ധ്രുവം, ജോണി വാക്കർ, മിന്നാരം തുടങ്ങിയ ചിത്രങ്ങളിലായി 150-ലധികം ഗാനങ്ങൾക്ക് ഈണം പകർന്നിട്ടുണ്ട്. വിവരങ്ങൾ രാജേഷ് ശ്രീനിവാസൻ നൽകും. 1980 1990 കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ തിളങ്ങി നിന്ന ഒരു സംഗീത സംവിധായകനായിരുന്നു SP വെങ്കടേഷ് എന്ന് പറഞ്ഞിരിക്കുന്നത്. 150-ലധികം ചിത്രങ്ങളായിരുന്നു ഇദ്ദേഹം മലയാളത്തിൽ സംഗീതം ഒരുക്കിയത്. അതിൽ തന്നെ എല്ലാ ചിത്രങ്ങളും ഒരു സൂപ്പർ ഹിറ്റിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കിലുക്കം, മിന്നാരം, ജോണി വാക്കർ, കൗരവർ, സ്ഫടികം, ധ്രുവം, കിഴക്കൻ പത്രോസ്, ഹിറ്റ്ലർ തുടങ്ങിയ നിരവധി ചിത്രങ്ങളായിരുന്നു ഇദ്ദേഹം ഈണം ഒരുക്കിയിരുന്നത്. അവസാനം ഇറങ്ങിയ വെള്ളേപ്പം എന്ന ചിത്രത്തിനാണ് ഇദ്ദേഹം അവസാനമായിട്ട് സംഗീതം പകർന്നത്. ഇത് ഒരു ദിവസം തന്നെ 6 ഗാനം വരെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്ന റെക്കോർഡും SP വെങ്കടേഷ് സ്വന്തമാക്കിയിട്ടുണ്ട് എന്നതാണ്. ഈ 1983 തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിലൂടെയാണ് SP വെങ്കടേഷ് മലയാള സിനിമയിലേക്ക് എത്തുന്നത്. തുടർന്ന് പ്രമുഖ സംവിധായകരുടെ ഭരതൻ, അതുപോലെ തന്നെ പ്രിയദർശൻ, ജോഷി അടക്കമുള്ള നിരവധി പ്രമുഖ സംവിധായകർ കൂടെ നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ തന്നെയാണ് SP വെങ്കടേഷ് മലയാള സിനിമയിലേക്ക് സമ്മാനിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പൈതൃകം എന്ന ചിത്രത്തിന് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സംഗീത പ്രേമികളുടെ ഹൃദയത്തിൽ മായാതെ കിടക്കുന്ന നിരവധി ഗാനങ്ങൾ ഒരുക്കിയ ഒരു സംഗീത സംവിധായകനാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത് എന്നതാണ്. 150-ലധികം ചിത്രങ്ങളായിരുന്നു ഇദ്ദേഹം മലയാളത്തിൽ സംഗീതം ഒരുക്കുന്നത്. അതുപോലെ തന്നെ മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ ചിത്രങ്ങളിലും ഇദ്ദേഹം
സംഗീതം ഒരുക്കിയിട്ടുണ്ട്. ഈ 90 കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ ഇറങ്ങിയ മിക്ക ആക്ഷൻ ഹീറോ ചിത്രങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ പശ്ചാത്തല സംഗീതം നിർണായകമായിരുന്നു. കൗരവർ തുടങ്ങി ധ്രുവം, സ്ഫടികം, കിലുക്കം തുടങ്ങി നിരവധി ചിത്രങ്ങളായിരുന്നു ഇദ്ദേഹം പശ്ചാത്തല സംഗീതം ഒരുക്കിയിരുന്നത്. ഈ ദേവാസുരം തുടങ്ങിയ ചിത്രങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കി പ്രേക്ഷകരെ ഒരു ഇമോഷണലി കണക്ട് ചെയ്യുന്നതിൽ ഇദ്ദേഹത്തിൻ്റെ ഗാനത്തിനൊരു നിർണായക പങ്കുണ്ടായിരുന്നു. 1985 2000 കാലഘട്ടത്തിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ മലയാള സിനിമയിലേക്ക് സമ്മാനിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മലയാളം കൂടാതെ തമിഴ്, തെലുങ്ക്, ബംഗാളി ഭാഷകളിലും ഇദ്ദേഹം ചിത്രങ്ങളിലെ ഗാനങ്ങൾക്കും ഇദ്ദേഹം സംഗീതം പകർന്നിട്ടുണ്ട്. 1968 വിവിധ ഭാഷകളിലായി സിനിമയിൽ ഓർക്കസ്ട്രയിൽ ഇദ്ദേഹം അംഗമായിരുന്നു. തുടർന്നാണ് പിന്നീട് 1971 സംഗീത സംവിധായകനായിട്ടുള്ള വിജയഭാസ്കറിനൊപ്പം ഇദ്ദേഹം സംവിധാന ലോകത്തേക്ക് കടക്കുന്നത്. അങ്ങനെ 80ന്റെ തുടക്കത്തിലാണ് ഇദ്ദേഹം ആദ്യം തമിഴ് ചിത്രങ്ങളിലേക്കായിരുന്നു. പിന്നീട് 1983 തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത രാജാവിൻ്റെ മകൻ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് എത്തുന്നു. രാഘവ മാസ്റ്റർ അടക്കമുള്ള പ്രമുഖ ആളുകളോടൊപ്പം ഇദ്ദേഹം പ്രവർത്തിച്ച ഒരു പരിചയമുണ്ട്. 90കളിലെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളില്ലാത്ത സിനിമകളില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു ദിവസം 6ലധികം പാട്ടുകൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു ആളും കൂടിയാണ്, അല്ലെങ്കിൽ ആ റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുള്ള ഒരു സംഗീത സംവിധാനം കൂടിയാണ് SP വെങ്കടേഷ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്ദ്രജാലം, പൈതൃകം, തുടർക്കഥ, വാത്സല്യം, ജോണി വാക്കർ, കിലുക്കം, ഹിറ്റ്ലർ, സോപാനം, കാബൂളിവാല, മിന്നാരം, സ്ഫടികം തുടങ്ങിയ നിരവധി ചിത്രങ്ങളായിരുന്നു ഇദ്ദേഹം സംഗീതം ഒരുക്കിയിട്ടുള്ളത്. മലയാളത്തിന് പുറമെ മറ്റ് ഭാഷകളിലേക്കും ഇദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ എത്തി അത് പ്രേക്ഷകർ വലിയ ഇതിൽ ഏറ്റെടുത്തിട്ടുണ്ട് എന്നതാണ്. ഈ അവസാനം ഇറങ്ങിയ വെള്ളേപ്പം എന്ന ചിത്രമാണ് ഇദ്ദേഹം അവസാനമായി ഈ സംഗീതം ഒരുക്കിയിട്ടുള്ള ചിത്രം. ഈ 90-80 കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 80-90 കാലഘട്ടത്തിൽ ഈ മലയാള സിനിമയിൽ ഒരു നിരവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ നൽകിയിട്ടുള്ള ഒരു സംവിധാനം തന്നെയാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത് എന്നാണ്. സംഗീത പ്രേമികളുടെ ഹൃദയത്തിൽ കാബൂളിവാല അടക്കമുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ അതെല്ലാം പ്രേക്ഷകർ എന്നും ഓർത്തെടുക്കും എന്നതാണ്. ഈ സംഗീത പ്രേമികളുടെ ഹൃദയത്തിൽ മായാതെ കിടക്കുന്ന നിരവധി ചിത്രങ്ങൾക്ക് ഈണം പകർന്നിട്ടുള്ള ഒരു സംഗീത സംവിധായകൻ കൂടിയാണ് SP വെങ്കടേഷ് എന്ന് പറയേണ്ടിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ച മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിന് ED നോട്ടീസ്. ഈ ആഴ്ച തന്നെ ചോദ്യം ചെയ്യൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയത്. കേസിൽ SIT അറസ്റ്റ് ചെയ്ത ശ്രീകുമാറിന് കഴിഞ്ഞ 29-ന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ചോദ്യം ചെയ്യലിനായി കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരായി ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു. ദ്വാരപാലക കട്ടളപ്പാളി കേസുകളിൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് മുരാരി ബാബു ഹാജരായിരിക്കുന്നത്. കേസിൽ ED ചോദ്യം ചെയ്യുന്ന ആദ്യത്തെ ആളാണ് മുരാരി ബാബു. SIT രജിസ്റ്റർ ചെയ്ത 2 കേസുകളിലും കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയതോടെ സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ആദ്യത്തെ വ്യക്തിയും മുരാരി ബാബുവാണ്. കേസിൽ SIT അന്വേഷണം തുടരുന്നതിനിടെയാണ് EDയും അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. 3 സംസ്ഥാനങ്ങളിലായി ED നടത്തിയ റെയ്ഡിന് പിന്നാലെ പിടിച്ചെടുത്ത രേഖകളിൽ വിശദീകരണം തേടി ED പ്രതികൾക്ക് നോട്ടീസ് നൽകിയിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 23-നാണ് കട്ടിളപ്പാളി ദ്വാരപാലക കേസിൽ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യുന്നത്. ദ്വാരപാലക കേസിൽ 2ാം പ്രതിയും കട്ടിളപ്പാളി കേസിൽ 6ാം പ്രതിയുമാണ് മുരാരി ബാബു. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ വാദം കേൾക്കാനായി മാറ്റി. ഫെബ്രുവരി 9-ന് ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കേൾക്കുമെന്ന് കൊല്ലം വിജിലൻസ് കോടതി അറിയിച്ചു. SITയുടെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം കേസ് പരിഗണിക്കാമെന്നാണ് കോടതിയുടെ നിലപാട്. കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക കേസിലും വാദം ഒരുമിച്ച് കേൾക്കാമെന്നാണ് കോടതി അറിയിച്ചത്. തിങ്കളാഴ്ച SIT റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. കേസിലെ 1ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് അടുത്ത ബന്ധമുണ്ടെന്നും ഗൂഢാലോചനയടക്കം പങ്കുള്ളതായാണ് SITയുടെ
കണ്ടെത്തൽ. എന്നാൽ സ്വർണ്ണ കവർച്ചയിൽ പങ്കില്ലെന്നും ആചാരങ്ങൾ പാലിച്ചു മാത്രമാണ് താൻ പ്രവർത്തിച്ചതെന്നുമാണ് തന്ത്രിയുടെ വാദം. കേസിൽ ഇതുവരെ 3 പ്രതികളാണ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ളത്. 90 ദിവസം റിമാൻഡ് പൂർത്തിയായതിനു പിന്നാലെ SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിനാലാണ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനും സ്വാഭാവിക ജാമ്യം ലഭിച്ചത്. എന്നാൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിന് 43-ാം ദിവസമാണ് കോടതി ജാമ്യം നൽകിയത്. 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക കേസിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ചെങ്കിലും കട്ടിളപ്പാളി കേസിൽ ജാമ്യം ലഭിക്കാത്തതിനാൽ ജയിലിൽ തുടരേണ്ട സാഹചര്യമാണുള്ളത്. കട്ടിളപ്പാളി കേസിലെ പോറ്റിയുടെ ജാമ്യ ഹർജിയിൽ ബുധനാഴ്ച വാദം കേൾക്കും. ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയിൽ കരട് കുറ്റപത്രം തയ്യാറായി. അന്വേഷണം പൂർത്തിയാക്കി ഫെബ്രുവരിയിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘം. കേസിലെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഈ മാസം 9-ന് കോടതിയിൽ സമർപ്പിക്കും. ഇതിനായി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുമായി ചേർന്ന നടപടികൾ വേഗത്തിലാക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത അനുയായികളും സ്വർണ്ണ വ്യാപാരിയുമായി ബന്ധപ്പെട്ട ജ്വല്ലറി ജീവനക്കാരൻ കൽപീഷും കേസിൽ സാക്ഷികളായി മൊഴി നൽകും. ഇവർ കോടതിയിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു. കുറ്റപത്രം വൈകുന്നതോടെ പ്രതികൾ ഓരോരുത്തരായി സ്വാഭാവിക ജാമ്യം തേടി പുറത്തിറങ്ങുകയാണ്. ഇതിനിടെയാണ് കുറ്റപത്രം വേഗത്തിൽ സമർപ്പിക്കാനുള്ള നടപടികളുമായി SIT മുന്നോട്ട് പോകുന്നത്. കാസർഗോഡ് കുമ്പള ആരിക്കാടിയിലെ ടോൾ പ്ലാസ നിർത്തലാക്കാൻ കേന്ദ്ര തീരുമാനം. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയമാണ് ടോൾ പ്ലാസ നിർത്തലാക്കാൻ തീരുമാനിച്ചത്. BJP നേതാവ് K. സുരേന്ദ്രൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഇക്കാര്യം അറിയിച്ചത്. ടോൾ പ്ലാസയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അരങ്ങേറിയത്. കർണാടക അതിർത്തിയായ തലപ്പാടിയിൽ ടോൾ പ്ലാസ നിലവിലിരിക്കെ കേവലം 22 കിലോമീറ്ററിനുള്ളിൽ മറ്റൊരു ടോൾ പ്ലാസ പ്രവർത്തിപ്പിക്കുക എന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും സമരക്കാർ ആരോപിച്ചിരുന്നു. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,110 രൂപ, പവന് 1,12,880 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,660 രൂപ, പവന് 93,280 രൂപ. വെള്ളി ഗ്രാമിന് 280 രൂപ, കിലോ 2,80,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. കൂടുതൽ വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. വാർത്തയിലേക്കാണ്. വൈറ്റില ഫ്ലൈ ഓവർ നിർമ്മാണം അശാസ്ത്രീയമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ഒന്നും ആലോചിക്കാതെയാണ് പാലത്തിന്റെ തൂണുകൾ പണിതത്. ഇതോടെ ഗതാഗത കുരുക്ക് കൂടിയെന്നും മന്ത്രി പറഞ്ഞു. എറണാകുളത്ത് വൈറ്റിലയിൽ ഒരു ഫ്ലൈ ഓവർ ഉണ്ട്, അടിയിൽ കൂടെ മെട്രോ പോകുന്നുണ്ട്. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ തൂണുകൾ ഇരിക്കുന്ന കണ്ടാൽ ആ വഴി ഒരു വണ്ടി താഴെ. ഈ അടുത്ത കാലത്ത് വൈറ്റിലെ കുരുക്കഴിക്കാൻ വേണ്ടി ഞങ്ങളൊരു വലിയ ശ്രമം നടത്തി. 1.5 കോടി രൂപ ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ് വൈറ്റിലെ കുരുക്കഴിക്കാൻ വേണ്ടി. എന്താ കാര്യം? ഈ തൂണുകൾ അശാസ്ത്രീയമായി തൂണുകൾ അവിടെ ഇവിടേക്ക് വെച്ച്. അപ്പോൾ ഈ റോഡിൽ കൂടെ വണ്ടി പോകുന്നതിനെ പറ്റി ചിന്തിക്കാതെ പാലം അങ്ങ് പണിഞ്ഞു. താഴെ കൂടെ വണ്ടി പോകും എന്ന കാര്യം ഈ പാലം പണിഞ്ഞാൽ ചിന്തില്ല. അയാളെ സംബന്ധിച്ച് പാലം പണിയുക എന്നുള്ള ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. താഴെ എന്ത് സംഭവിക്കും? താഴെ ഭയങ്കര കുഴപ്പം സംഭവിച്ചു. ആകെ കുരുക്കായി. ഈ പാലത്തിൽ കൂടെ പോകുന്നവരുടെ എണ്ണം കുറവും, വെളിയിൽ കൂടെ പോകുന്നവരുടെ എണ്ണം കുറവും. ഏറ്റവും കൂടുതൽ വണ്ടി വരുന്ന താഴെ ഭയങ്കരമായ ഇവിടെ നമ്മൾ വൈറ്റിലെ ജംഗ്ഷനിൽ പോയി നോക്കിയാൽ ഭയങ്കര കൺഫ്യൂഷനാണ്. അതിന് എങ്ങും തിരിയാനൊക്കില്ല. തൂണുകൾ വശക്കേടായിട്ട് വെച്ചിരിക്കുകയാണ്. അത് തല്ലി പൊട്ടിച്ച് കളഞ്ഞ് പുതുക്കി പണിയാനാണ് 1.5 കോടി. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. യുംനാം ഖേംചന്ദ് മണിപ്പൂരിന്റെ പുതിയ മുഖ്യമന്ത്രിയാകും. ഡൽഹിയിൽ BJP ആസ്ഥാനത്ത് നടന്ന MLA-മാരുടെ യോഗത്തിലാണ് തീരുമാനം. സിഗ്ജൈമ മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി 1 വർഷത്തിന് ശേഷമാണ് മണിപ്പൂരിൽ പുതിയ സർക്കാർ രൂപീകരിക്കുന്നത്. കുക്കി മെയ്തേ വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളെ തുടർന്ന് മുഖ്യമന്ത്രിയായിരുന്ന N. ബിരേൻ സിംഗ് രാജിവെച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഫെബ്രുവരി 13-ന് സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്. ഏറെക്കാലമായി തുടർന്നു വരികയായിരുന്ന മണിപ്പൂരിലെ മെയ്തേ കുക്കി വിഭാഗങ്ങൾക്കിടയിലെ വംശീയ കലാപം പരിഹരിക്കാൻ മണിപ്പൂർ
ഭരിച്ചിരുന്ന BJP സർക്കാരിന് സാധിച്ചിരുന്നില്ല. ഇതിനിടെ കലാപം രൂക്ഷമാവുകയും ബിരേൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ 2025 ഫെബ്രുവരി 9 രാജിവെക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നായിരുന്നു ഫെബ്രുവരി 13 മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വരുന്നത്. രാഷ്ട്രപതി ഭരണത്തിനും കേന്ദ്ര സർക്കാരിനും മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാനോ കുറ്റകൃത്യങ്ങൾ തടയാനോ സാധിച്ചിരുന്നില്ല. ഒരു വർഷത്തിന് പുറം വീണ്ടും ഈ ആക്ഷേപങ്ങൾ നിലനിൽക്കെ തന്നെയാണ് ബിരേൻ സിംഗിന് പകരം ഖേംചന്ദ് സിംഗിന് അവസരം നൽകി ഭരണം നിലനിർത്താനുള്ള BJPയുടെ മറ്റൊരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത്. മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ വർഷങ്ങളിലടക്കം ആ കലാപത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ഭരണം ഏറ്റെടുത്തിരുന്ന മണിപ്പൂരിൽ വീണ്ടും BJP അധികാരത്തിലേക്ക് എത്താനുള്ള ഒരുക്കത്തിലാണ്. യുംനാം ഖേംചന്ദ് മണിപ്പൂരിന്റെ പുതിയ മുഖ്യമന്ത്രിയാകുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഡൽഹിയിൽ BJP ആസ്ഥാനത്ത് നടന്ന MLA-മാരുടെ യോഗത്തിലാണ് എന്തായാലും ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. സിഗ്ജൈമ മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ് ഇദ്ദേഹം. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി ഒരു വർഷത്തിന് ശേഷമാണ് മണിപ്പൂരിൽ പുതിയ സർക്കാരിനെ എന്തായാലും രൂപീകരിക്കുന്നത്. കുക്കി മേധി വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളെ തുടർന്ന് മുഖ്യമന്ത്രിയായിരുന്ന ബിരേൻ സിംഗ് രാജിവെച്ചിരുന്നു. ഇതിന് പിന്നാലെ സംഘർഷങ്ങൾക്ക് യാതൊരു കുറവും ഉണ്ടാകാതെ മണിപ്പൂരിൽ കലാപം തുടരുന്ന സാഹചര്യം. പിന്നീട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും മണിപ്പൂരിൽ സർക്കാർ ഭരണം ഉണ്ടാവുകയാണ്. യുനാം ഖേംചന്ദ് മണിപ്പൂരിന്റെ പുതിയ മുഖ്യമന്ത്രിയാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഡൽഹിയിൽ BJP ആസ്ഥാനത്ത് നടന്ന യോഗത്തിലാണ് നിർണായക തീരുമാനം. PSLV തുടർ പരാജയങ്ങൾ അന്വേഷിക്കാൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തിരുവനന്തപുരത്തെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരമാണ് അജിത് ഡോവൽ എത്തിയത്. VSSയിൽ എത്തിയ ശാസ്ത്രജ്ഞരുമായി കൂടിക്കാഴ്ച നടത്തി. 2 ദിവസമായിരുന്നു അജിത് ഡോവൽ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നത്. ISROയുടെ 2 ദൗത്യങ്ങൾ തുടർച്ചയായി പരാജയപ്പെട്ടിരുന്നു. 4ാം ഘട്ടത്തിലായിരുന്നു 2 ദൗത്യങ്ങളും പരാജയപ്പെട്ടത്. സിൽവർ ലൈൻ പദ്ധതിക്ക് ബദലായി പ്രഖ്യാപിച്ച റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം അഥവാ RRTS പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട്. RRTS പദ്ധതിക്ക് അനുമതി നൽകി ഗതാഗത വകുപ്പ് ഉത്തരവിറക്കി. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ആദ്യഘട്ടത്തിനാണ് അനുമതി നൽകിയിരിക്കുന്നത്. 1,92,780 കോടിയാണ് ചിലവ് കണക്കാക്കുന്നത്. ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്ന പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ തൃശൂർ മുതൽ കോഴിക്കോട് വരെ നടപ്പാക്കും. കോഴിക്കോട് മുതൽ കണ്ണൂർ വരെയാണ് 3ാം ഘട്ടം. കണ്ണൂർ മുതൽ കാസർഗോഡ് വരെയാണ് 4ാം ഘട്ടം. ബജറ്റിൽ പ്രഖ്യാപനമില്ലെങ്കിലും അതിവേഗ റെയിൽ പദ്ധതിയുടെ മുന്നൊരുക്കങ്ങളുമായി മെട്രോമാൻ ശ്രീധരൻ മുന്നോട്ട് പോകുന്നതിനിടെയാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം. കഴിഞ്ഞ ദിവസം സ്വന്തം നിലയിൽ ശ്രീധരൻ പൊന്നാനിയിൽ ഓഫീസും തുറന്നിരുന്നു. അതിവേഗ റെയിൽ പദ്ധതിക്കായി പൊന്നാനിയിൽ ഓഫീസ് തുറന്ന മെട്രോമാൻ ശ്രീധരനെ പരിഹസിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശ്രീധരൻ പണ്ടും പല ഓഫീസുകളും തുറന്നിട്ടുണ്ട്. പാലക്കാട് മത്സരിക്കുമ്പോഴേ MLA ഓഫീസ് തുറന്നയാളാണ് ശ്രീധരൻ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ശ്രീധരൻ ഇപ്പോൾ എന്തോ ഒരു അതിവേഗ റെയിലും കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് എന്താണ് അതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അദ്ദേഹം ഇപ്പോൾ ആപ്പീസ് തുടങ്ങിയതായിട്ട് കാണുന്നുണ്ട്. അത് നടപ്പാക്കാനുള്ള അദ്ദേഹം പല ആപ്പീസ് നേരത്തെ തുടങ്ങിയതാണല്ലോ, ഓർമ്മയില്ലേ? മത്സരിച്ചപ്പോൾ സാധാരണ സ്ഥാനാർത്ഥികളെ ഓഫീസ് തുടങ്ങും, അത് സ്വാഭാവികമായിട്ടുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു അവിടെ ജയം. അപ്പോൾ പിന്നെ MLAയുടെ ഓഫീസാണ് ആദ്യം തന്നെ അവിടെ തുടങ്ങിയത്. അപ്പം അങ്ങനെയെല്ലാം നമ്മളൊരു പ്രത്യേകത അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നാൽ ജയിക്കുന്നുറപ്പാണല്ലോ. അപ്പോൾ BJPയുടെ മുഖ്യമന്ത്രിയാണ് എന്നും പരസ്യമായ നിലപാട് എടുത്തതുമാണ് അദ്ദേഹം. BJP തമിഴ്നാട് മുൻ അധ്യക്ഷൻ K. അണ്ണാമലൈ തെരഞ്ഞെടുപ്പ് ചുമതലകൾ ഒഴിഞ്ഞു. വ്യക്തിപരമായ കാരണങ്ങളാലാണ് പദവി ഒഴിഞ്ഞതെന്നാണ് അണ്ണാമലൈയുടെ വിശദീകരണം. അതേസമയം കേന്ദ്ര നേതൃത്വത്തിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് തീരുമാനമെന്നാണ് സൂചന. 2023 BJP അധ്യക്ഷനായിരുന്ന അണ്ണാമലയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് AIADMK NDA വിട്ടത്. AIADMK തിരികെ കൊണ്ടുവരാനുള്ള ഒത്തുതീർപ്പ് ചർച്ചകളുടെ ഭാഗമായാണ് അണ്ണാമലയെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് തീരുമാനമെന്നായിരുന്നു ഔദ്യോഗിക വിശദീകരണം. അണ്ണാമലയെ ദേശീയ രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുമെന്ന് അമിത്ഷാ നിന്നും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പ്രധാന പദവികളിലേക്ക് അണ്ണാമലയെ പരിഗണിച്ചില്ല. പിന്നീട് തെരഞ്ഞെടുപ്പിന്റെ ചുമതല നൽകി. എന്നാൽ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ മുകളിൽ മുതിർന്ന നേതാക്കളെ നിയമിച്ചു. ഇതിൽ അണ്ണാമലയ്ക്ക് അതൃപ്തി ഉണ്ടായിരുന്നു.
മെസ്സേജിംഗ് ആപ്പായ വാട്സാപ്പിനും മാതൃകമ്പനിയായ മെറ്റയ്ക്കും കർശന മുന്നറിയിപ്പുമായി സുപ്രീം കോടതി. ഇന്ത്യയിലെ നിയമങ്ങൾ പാലിക്കാൻ കഴിയില്ലെങ്കിൽ രാജ്യം വിട്ടു പോകാനാണ് കോടതിയുടെ മുന്നറിയിപ്പ്. ഇന്ത്യൻ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും അവരെ ചൂഷണം ചെയ്യാൻ അനുവദിക്കില്ലെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. വാട്സാപ്പിന്റെ 2021 സ്വകാര്യതാ നയവുമായി ബന്ധപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് കോടതി വിദേശ കമ്പനിയെ ശാസിച്ചത്. ഉപഭോക്താക്കളുടെ ഡാറ്റ മെറ്റയുമായി പങ്കിടുന്നതിനെതിരെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 213 കോടി രൂപ പിഴ ശിക്ഷ വിധിച്ചിരുന്നു. ഇതിനെ ചോദ്യം ചെയ്ത മെറ്റയും വാട്സപ്പും നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. മനുഷ്യരെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിക്കുന്ന നാസയുടെ ആർട്ടിമസ് 2 ദൗത്യം വീണ്ടും മാറ്റി. മാർച്ചിലേക്കാണ് ദൗത്യം മാറ്റിയത്. റോക്കറ്റിൽ ഹൈഡ്രജൻ ചോർച്ച കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ദൗത്യം മാറ്റിയത്. ഫെബ്രുവരി 8 വിക്ഷേപണം നടത്താനായിരുന്നു നാസയുടെ തീരുമാനം. ഇതിനു മുന്നോടിയായുള്ള വെറ്റ് റിഹേഴ്സൽ നടക്കുന്നതിനിടെയാണ് ചോർച്ച കണ്ടെത്തിയത്. എല്ലാം പരിഹരിച്ച് കൃത്യമാണെന്ന് ഉറപ്പിച്ച ശേഷം മാത്രമേ ദൗത്യം നടത്തുവെന്ന് നാസ അറിയിച്ചു. നീണ്ട 54 വർഷങ്ങൾക്ക് ശേഷമാണ് മനുഷ്യൻ വീണ്ടും ചന്ദ്രനിലേക്ക് യാത്ര തിരിക്കുന്നത്. 1972 അവസാന ചാന്ദ്ര ദൗത്യമായ അപ്പോളോ ദൗത്യം നടക്കുന്നത്. ആർട്ടിമസ് 2 ദൗത്യത്തിൽ സംഘം ചന്ദ്രന്റെ ഭ്രമണപഥത്തെ ചുറ്റിയ ശേഷം തിരികെ ഭൂമിയിലേക്ക് മടങ്ങും. 10 ദിവസം നീളുന്നതാണ് ദൗത്യം. 4 പേരാണ് ദൗത്യത്തിന്റെ ഭാഗമായി യാത്ര തിരിക്കുക. നാസയുടെ സ്പേസ് ലോഞ്ച് സിസ്റ്റം റോക്കറ്റിലായിരിക്കും വിക്ഷേപണം. ജനുവരി 18 ഇത് ഫ്ലോറിഡയിലെ കേപ്പ് കനാവറിലുള്ള വിക്ഷേപണ പാഡിലേക്ക് വിജയകരമായി മാറ്റിയത്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ മരണത്തിൽ വിശദാംശങ്ങൾ തേടി പ്രത്യേക സംഘം. IT പരിശോധനയ്ക്കെതിരായ കേസ് റോയ് പിൻവലിച്ചത് എന്തിനെന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. ഡിസംബർ 16 നൽകിയ കേസ് 18 റോയ് പിൻവലിച്ചിരുന്നു. റോയ്ക്ക് മേൽ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നും അന്വേഷണ സംഘം പരിശോധിക്കും. ആദായ നികുതി വകുപ്പിൽ നിന്ന് കൂടുതൽ വിശദീകരണം തേടും. ഉദ്യോഗസ്ഥരിൽ നിന്ന് വീണ്ടും മൊഴിയെടുക്കും. റോയിയുടെ മരണത്തിൽ കടുത്ത വിമർശനം ഉയർത്തുകയാണ് വ്യവസായ ലോകം. ആദായ നികുതി വകുപ്പ് നടപടികൾക്കെതിരെ ബംഗളൂരിലെ വ്യവസായികൾ രംഗത്തെത്തി. റോയിയുടെ ജീവൻ എടുത്തത് ടാക്സ് ടെററിസമാണെന്നാണ് ഇവർ ഉയർത്തുന്ന ആരോപണം. റോയിയുടെ ഓഫീസിലെ ജീവനക്കാരുടെ മൊഴി ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. റോയിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന ഭാഗത്തെ CCTVകൾ പ്രവർത്തനരഹിതമാക്കിയത് എന്തിനാണെന്നും ഉദ്യോഗസ്ഥർ ആരാഞ്ഞു. റോയിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് വിശദമായ പരിശോധനയും തുടങ്ങിയിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട റോയിയുടെ പ്രവർത്തനങ്ങളും പരിശോധിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമാനത്തിനുള്ളിൽ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ വിമർശനവുമായി കോടതി. സംഭവം നടന്ന 3 വർഷം കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുന്നില്ലെന്ന് കോടതി ചോദിച്ചു. അതേസമയം കേന്ദ്രാനുമതി ലഭിക്കാത്തതിനാലാണ് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നതെന്ന് പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചു. എന്നാൽ പ്രോസിക്യൂഷന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്നും തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ വിമർശിച്ചു. 1-ാം പ്രതി ഫർസീൻ മജീദ് പാസ്പോർട്ട് പുതുക്കാൻ അനുമതി തേടി നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ വിമർശനം. 2023 ജൂണിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമാനത്തിനകത്ത് പ്രതിഷേധം നടന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കേസിലെ പ്രതികൾ. വിമാനത്തിനുള്ളിൽ വെച്ച് മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചുവെന്നാണ് കേസ്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന LDF തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് ചേലക്കരയിൽ തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നുവെന്നും നിർഭാഗ്യകരമായ സമീപനമാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ വർഷവും ബജറ്റിൽ കേരളത്തിന് നിരാശയാണ് ഫലം. കേരളം നിർദ്ദേശിച്ച എയിംസിനോ റെയിൽവേ പദ്ധതിക്കോ കേന്ദ്രം അംഗീകാരം നൽകിയില്ല. കേന്ദ്രത്തിൽ നേതാക്കളെ കാണുമ്പോൾ ഇപ്പോൾ കിട്ടുമെന്ന മട്ടിലാണ് സംസാരമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തൃശൂർ, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തി ജാഥ 15 തിരുവനന്തപുരത്ത് സമാപിക്കും. അതേസമയം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന LDF വടക്കൻ മേഖലാ ജാഥ കാസർഗോഡ് പര്യടനം പൂർത്തിയാക്കി കണ്ണൂരിൽ പ്രവേശിച്ചു. SNDP NSS ഐക്യത്തിൽ വീണ്ടും പ്രതീക്ഷ പങ്കുവച്ച് വെള്ളാപ്പള്ളി നടേശൻ. ജാതി പറഞ്ഞ് പോരടിച്ച് നിന്നാൽ ഹൈന്ദവ സമൂഹം അധോഗതിയിലേക്ക് പോവുകയുള്ളൂ. അത്തരമൊരു ദുരവസ്ഥ ഉണ്ടാകാതിരിക്കാനാണ് ഐക്യശ്രമങ്ങൾ വീണ്ടും തുടങ്ങിവെച്ചതെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. SNDPയുടെ മുഖമാസികയായ യോഗനാഥ മുഖപ്രസംഗത്തിലാണ് വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. സമാന ചിന്താഗതിയുള്ള എല്ലാവരും ജാതി മത വ്യത്യാസമില്ലാതെ നീക്കത്തിന്റെ ഭാഗമാണെന്നാണ് ആഗ്രഹമെന്ന് വെള്ളാപ്പള്ളി മുഖപ്രസംഗത്തിൽ കുറിച്ചു. അത് വൈകാതെ സാധ്യമാകുമെന്നാണ് പ്രതീക്ഷ. കേരളത്തിലെ സാമൂഹ്യ സാഹചര്യം മാറിക്കഴിഞ്ഞു. ഭൂരിപക്ഷം ജനവിഭാഗം ഇവിടെ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു. മതന്യൂനപക്ഷ പാർട്ടികളുടെ സ്വാധീനം മൂലം ഭരണതലങ്ങളിലും അവഗണിക്കപ്പെട്ടുവെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. കോഴിക്കോട്
മാവൂരിൽ സഹോദരങ്ങളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി പിടിയിൽ. കൊടിയത്തൂർ പഴമ്പറമ്പ് സ്വദേശി മുഹമ്മദ് ഇർഫാനാണ് പിടിയിലായത്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സംഭവം. സാമ്പത്തിക തർക്കത്തിന്റെ പേരിലായിരുന്നു ആക്രമണം. വിവരങ്ങളുമായി റഫീഖ് തോട്ടുമുഖം ചേരുന്നുണ്ട്. റഫീഖ്, ഇപ്പോൾ എന്തായാലും കോഴിക്കോട് മാവൂരിൽ സഹോദരങ്ങളെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് പിടിയിലായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ലഭ്യമാകുന്നത്? കാർത്തു, ഇപ്പോൾ കിട്ടുന്ന വാർത്തയാണ്. അതായത് കഴിഞ്ഞ ദിവസം കൊടിയത്തൂർ പഴമ്പറമ്പ് സ്വദേശികളെ പാഴൂരിൽ വെച്ച് വാഹനമിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയായ മുഹമ്മദ് ഇർഫാനെയാണ് ഇപ്പോൾ മാവൂർ പോലീസ് പിടികൂടിയിരിക്കുന്നത്. മാവൂർ CI ദിനേശ് TP, അതുപോലെ SI സലീം മുട്ടാത്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഈ ഇർഫാനെ മാവൂരിൽ വെച്ച് പിടികൂടിയിട്ടുള്ളത്. കഴിഞ്ഞ ശനിയാഴ്ച കൊടിയത്തൂർ പഴമ്പറമ്പ് സ്വദേശികളായ സുഹൃത്തുക്കളായ തൻസീഫും ഈ കേസിലെ പ്രതിയായ ഇർഫാനും തമ്മിലുണ്ടായ പണമിടപാടിന്റെ പേരിൽ ആയിരുന്നു അന്ന് ഈ ഇർഫാൻ ഈ തൻസീഫിന്റെ വീട്ടിൽ കയറി മർദ്ദിച്ചതായിരുന്നു കേസിന്റെ തുടക്കം. അതിനുശേഷം മർദ്ദനത്തിൽ ഗുരുതര പരിക്കേറ്റ തൻസീഫിനെ മർദ്ദിച്ച ഇർഫാൻ തന്നെയാണ് അന്ന് KMCT സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിച്ചത്. അതിനുശേഷം ഇവിടെ നിന്നും ഈ ഹോസ്പിറ്റലിൽ നിന്നും പോയ ഇർഫാനെ പോകുന്ന വഴിയിൽ വെച്ചിട്ട് ഈ പരിക്കേറ്റ തൻസീഫിന്റെ സഹോദരങ്ങൾ വഴിയിൽ വെച്ച് ബൈക്കുമായിട്ട് തടയുകയായിരുന്നു. ആ ബൈക്കുമായി തടയാൻ ശ്രമിച്ചപ്പോൾ ഇവരെ ഇർഫാൻ ഇടിച്ച് തെറിപ്പിക്കുന്ന CCTV ദൃശ്യങ്ങളടക്കം വന്ന് നമ്മൾ കണ്ടതാണ്. ആ ഇടിപ്പിച്ച് തെറിപ്പിച്ച് രക്ഷപ്പെടുകയായിരുന്നു ഈ ഇർഫാൻ. അതിനുശേഷം ഇന്നാണ് മാവൂർ പോലീസ് ഈ ഇർഫാനെ പിടികൂടിയിട്ടുള്ളത്. അന്ന് അതിനുശേഷം ഇർഫാനെതിരെ ലുക്കൌട്ട് നോട്ടീസ് വരെ പുറപ്പെടുവിച്ചിരുന്നു. ഇന്ന് മാവൂരിൽ വെച്ചിട്ടാണ് ഇപ്പോൾ മാവൂർ പോലീസ് ഇവരെ പിടികൂടിയിട്ടുള്ളത്. അന്ന് മർദ്ദനമേറ്റ ഇർഫാൻ മർദ്ദിച്ച തൻസീഫും അതുപോലെ സഹോദരങ്ങളെ കാറടിച്ച് പരിക്കേറ്റ സഹോദരങ്ങളായ തൻസീമും ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. എന്തായാലും ഈ ഒരു കേസിൽ ഇപ്പോൾ 2 മുക്കം പോലീസിലും മാവൂർ പോലീസിലും നിലവിൽ ഈ ഇർഫാനെതിരെ പരാതികളുണ്ട്. FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തായാലും നാളെ കോടതിയിൽ ഹാജരാക്കും എന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ശരി, വ്യക്തമാണ്. റഫീഖ് തോട്ടുമുഖമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വാടാനപ്പള്ളി സ്വദേശി അമർ തേജസിനെയാണ് ചാവക്കാട് അതിവേഗ പ്രത്യേക കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. 2021 ഓഗസ്റ്റ് മാസം മുതൽ 2023 സെപ്റ്റംബർ മാസം വരെയുള്ള സമയത്താണ് കേസിന് ആസ്പദമായ സംഭവം. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ചും വീട്ടിൽ അതിക്രമിച്ചു കയറിയും പലതവണ ലൈംഗിക പീഡനത്തിനിരയാക്കി എന്നതാണ് കേസ്. പിഴ അടയ്ക്കാത്ത പക്ഷം 14 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. പിഴ സംഖ്യ അതിജീവിതയ്ക്ക് നൽകാനും കോടതി ഉത്തരവായി. 20 സാക്ഷികളെ വിസ്തരിക്കുകയും 30ഓളം രേഖകളും മുതലുകളും ഹാജരാക്കുകയും ചെയ്യും. വാടാനപ്പള്ളി സ്വദേശിയായ അമർ തേജസിനെയാണ് പോക്സോ കേസിൽ 47 വർഷം കഠിന തടവിനും പിഴയ്ക്കും ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ചാവക്കാട് അതിവേഗ പ്രത്യേക കോടതിയാണ് പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 2021 ഓഗസ്റ്റ് മാസം മുതൽ 2023 സെപ്റ്റംബർ മാസം വരെയുള്ള സമയത്താണ് ഇത്തരത്തിൽ കേസിന് ആസ്പദമായി സംഭവം ഉണ്ടാകുന്നത്. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ചും വീട്ടിൽ അതിക്രമിച്ചു കയറിയും പല തവണയാണ് പ്രതി ലൈംഗിക പീഡനത്തിനടക്കം ഇരയാക്കിയത്. പിഴ അടയ്ക്കാത്ത പക്ഷം 14 മാസം അധിക തടവ് അനുഭവിക്കണമെന്നും പിഴ സംഖ്യ അതിജീവിതയ്ക്ക് നൽകാനും കോടതി പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ കേസുമായി ബന്ധപ്പെട്ടാണ് പ്രതിക്ക് 47 വർഷം കഠിന തടവിനും അതോടൊപ്പം പിഴയും ഒടുക്കാനുള്ള ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നത്. ഇടുക്കി മൂന്നാറിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് സ്കൂൾ ബസ്സിൽ മർദ്ദനം. കാർമൽഗിരി സ്കൂളിലെ വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ബസ്സിലുണ്ടായിരുന്ന +1 വിദ്യാർത്ഥിയാണ് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത്. മർദ്ദനം നടത്തിയ വിദ്യാർത്ഥിക്കെതിരെ സ്കൂൾ അധികൃതർ നടപടി സ്വീകരിച്ചു.
മൂന്നാറിലെ കാർമൽഗിരി സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് സ്കൂൾ ബസ്സിൽ മർദ്ദനമേറ്റത്. മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ സഹപാഠി സ്കൂൾ ബസ്സിൽ വെച്ച് മർദ്ദിക്കുന്ന മൊബൈൽ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ബസ്സിലുണ്ടായിരുന്ന +1 വിദ്യാർത്ഥിയാണ് മർദ്ദന ദൃശ്യം പകർത്തിയതെന്നാണ് വിവരം. സ്നാക്സ് കൊണ്ടുവരാത്തതിന്റെ പേരിൽ തനിക്ക് സ്ഥിരമായി മർദ്ദനമേറ്റിരുന്നുവെന്ന് മർദ്ദനത്തിനിരയായി കുട്ടി പറഞ്ഞു. സ്കൂൾ സ്റ്റാർട്ടായത് തുടങ്ങി മുതലേ ഞാൻ സ്നാക്സ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൊണ്ടുപോയില്ലെങ്കിൽ എന്നെ ഇട്ടടിക്കും. പിന്നെ ചുമ്മാ ഇരിക്കുമ്പോൾ വന്ന് അടിച്ചോണ്ട് പോകും. എന്തിനാന്ന് ചോദിച്ചാൽ സ്നാക്സ് കൊണ്ടുവരാനില്ല എന്ന് പറഞ്ഞ് ഒത്തിരി അടിക്കും. പിന്നെ ചുമ്മാ വന്ന് ബസ്സിൽ ഇരിക്കുമ്പോൾ പുറകിൽ പോയിട്ട് ആരോ പറഞ്ഞതുപോലെ വന്ന് എന്നെ ഇട്ട് ഒത്തിരി അടിച്ച്. അവൻ പിന്നെ വീട്ടിൽ പറഞ്ഞാൽ പിന്നെ വലിയ ആൾക്കാരെല്ലാം വിളിച്ചോണ്ട് വന്ന് എന്നെ അടിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെയാണ് കുട്ടിക്ക് മർദ്ദനമേറ്റ വിവരം അറിഞ്ഞതെന്ന് മർദ്ദനത്തിനിരയായ കുട്ടിയുടെ രക്ഷിതാക്കൾ പറഞ്ഞു. സോഷ്യൽ മീഡിയ മുഖേനയാണ് നമ്മളിത് ശരിക്കും പറഞ്ഞ് അറിയുന്നത്. അതല്ലാണ്ട് നമ്മൾ പാരന്റ്സിന് ഇന്നേ വരെ നമുക്ക് ഇതിനെക്കുറിച്ച് ഒട്ടും തന്നെ അറിയത്തില്ലായിരുന്നു. ആ സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് കുട്ടി ഇത്രത്തോളം ഉപദ്രവം അവിടെ അനുഭവിക്കുന്നുള്ള കാര്യം നമുക്ക് അറിയുന്നത്. കുട്ടികളുടെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് അത്രത്തോളം പേടിയുണ്ട്. ഒരു കെയർ ടേക്കർ പോലും ആ സ്കൂളിൽ ഇല്ലാന്നാ പറയണ കേട്ട, ബസ്സിൽ ഇല്ലാന്നാ പറയണ കേട്ട. ടീച്ചേഴ്സ് ശരിക്കും പറഞ്ഞ് ഞങ്ങൾ ചോദിക്കുമ്പോൾ ടീച്ചേഴ്സ് 4 പേരും ഉണ്ടെന്ന് സാറ് പറയുന്നുണ്ട്. പക്ഷെ ഇറങ്ങിയതിന് ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് അവൻ പറയുന്നത്. ഇത് ഇപ്പം മാത്രമല്ല, അവനെ സ്കൂളിൽ ചേർത്ത നാളും പോലും ഈ കുട്ടി ഇതുപോലെ ഉപദ്രവിക്കുന്നുണ്ട്. പക്ഷെ ഇത് വീട്ടിൽ വന്ന് പറഞ്ഞിട്ടില്ല. അത്രത്തോളം ഭീഷണി ആ കുട്ടി അവിടെ നേരിട്ടിട്ടുണ്ട്. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കടക്കം മർദ്ദനമേറ്റ കുട്ടിയുടെ രക്ഷിതാക്കൾ പരാതി നൽകി. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് മർദ്ദനം നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ സ്കൂൾ അധികൃതർ നടപടി സ്വീകരിച്ചു. ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച കുട്ടിക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. കാസർഗോഡ് മഞ്ചേശ്വരത്ത് മകളെ പിതാവ് വെട്ടിക്കൊന്ന സംഭവത്തിൽ ഒരാൾ കൂടി മരിച്ചു. പ്രതി ഉമ്മർ ഫാറൂഖിന്റെ ഭാര്യ സഹോദരിയുടെ ഭർത്താവ് ഷെയ്ഖ് അബയാണ് മരിച്ചത്. ഇന്നലെയാണ് +2 വിദ്യാർത്ഥിനിയായ മരിയം ജുമൈലയെ പിതാവ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇതിനിടയിൽ തടയാൻ പോയ ഷെയ്ഖ് അബയ്ക്കും വെട്ടേൽക്കുകയായിരുന്നു. സ്വത്ത് തർക്കത്തെ തുടർന്നാണ് മകളെ കൊലപ്പെടുത്തിയതെന്നാണ് വിവരം. ഒന്നിൽ കൂടുതൽ തവണ വെട്ടേറ്റ ജുമൈലയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പ്രതി സ്ഥിരമായി ലഹരിക്കടിമയായിരുന്നു എന്നാണ് വിവരം. സംഭവത്തിന് പിന്നാലെ ഉമ്മർ ഫാറൂഖിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോട്ടയം മുണ്ടക്കയത്ത് ടൂറിസ്റ്റ് ബസ്സിന് തീപിടിച്ചു. ആളപായമില്ല. 45 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. കോട്ടയം സ്വദേശിയുടെ മോക്ഷ എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മധുരയിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്നു ബസ്. ബസ്സിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് ഡ്രൈവർ വാഹനം നിർത്തുകയും യാത്രക്കാർ ഉടൻ പുറത്തിറങ്ങുകയുമായിരുന്നു. തുടർന്ന് അഗ്നിശമന സേന തീ അണച്ചു. ബസ്സിന് തീപിടിക്കാനുണ്ടായ കാരണം വ്യക്തമല്ല. ബസ് പൂർണ്ണമായും കത്തി നശിച്ചു. പത്തനംതിട്ടയിൽ പരിശോധനയ്ക്കിടെ എക്സൈസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച സംഭവത്തിലെ പ്രതികൾ പിടിയിൽ. പത്തനംതിട്ട കണ്ണങ്കരി സ്വദേശി നസീബ, സുലൈമാൻ എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. എക്സൈസ് സ്ക്വാഡ് വാഹന പരിശോധന നടത്തുന്നതിനിടെയായിരുന്നു ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥനായ ശ്രീകുമാർ ആനന്ദിന്റെ കാലിന് പരിക്കേറ്റിട്ടുണ്ട്. 3 പേരാണ് പരിശോധനയ്ക്കെത്തിയ സംഘത്തിലുണ്ടായിരുന്നത്. സംഘം എത്തിയപ്പോൾ കാറിൽ വെച്ച് ലഹരി കൈമാറ്റം നടത്തുകയായിരുന്നു പ്രതികൾ. ഉദ്യോഗസ്ഥരുടെ പിടിയിലാകുമെന്ന് തോന്നിയ പ്രതികൾ ഉദ്യോഗസ്ഥനെ ഇടിച്ചിട്ട് വാഹനവുമായി കടന്നു കളയുകയായിരുന്നു. പിടിയിലായ സുലൈമാൻ മുൻപും നിരവധി കഞ്ചാവ് കേസുകളിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ഇടുക്കി ദേവികുളം മണ്ഡലത്തിൽ ഇത്തവണ 100% വിജയ സാധ്യതയെന്ന് UDF. പാർട്ടി തീരുമാനിക്കുന്ന ഏതൊരു സ്ഥാനാർത്ഥിയെയും വിജയിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ജനങ്ങൾ തരാൻ മത്സരിക്കണമെന്നാണ് ആഗ്രഹമെന്ന് മുൻ MLA AK മണി കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. നിയമസഭാ തിരഞ്ഞെടുപ്പെല്ലാം അടുത്തു വരികയാണ്. ഏതായാലും ദേവികുളം നിയോജക മണ്ഡലത്തിനനുസരിച്ച് UDFന്റെ സ്ഥാനാർത്ഥി ആരാകും എന്നൊരു ആകാംക്ഷയൊക്കെയുണ്ട്. ഇത്തവണ ആരായിരിക്കും? ഇത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. KPCC കോർ കമ്മിറ്റി കൂടാൻ പോവുകയാണ് 3-ാം തീയതി. 3-ാം തീയതി കഴിഞ്ഞിട്ടായിരിക്കും സ്ഥാനാർത്ഥി ആരാ എന്നുള്ളത് അറിയിക്കുന്നത്. ആരായാലും വെക്കുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള നിർദ്ദേശിക്കുന്നത്. ഏതായാലും ഈ പ്രസ്തുത പട്ടികയിൽ നിരവധി പേരുകളൊക്കെ വരുന്നുണ്ട്. AK മണിയുടെ പേരൊക്കെല്ലാം ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വല്ല താല്പര്യമുണ്ടോ? പേരുകൾ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ആൾക്കാരെ എല്ലാവർക്കും താല്പര്യമുണ്ട്. നിന്നാൽ കൊള്ളാം എന്നുള്ള അഭിപ്രായത്തിലാണ് ഇവിടുത്തെ ജനങ്ങൾ മൊത്തം. പക്ഷേ ഇത് പാർട്ടിയാണല്ലോ തീരുമാനിക്കേണ്ടത്, ഞാൻ മാത്രമല്ല. പാർട്ടി തീരുമാനം എടുത്ത് AK മണി മത്സരിക്കുമെന്ന് പറഞ്ഞാൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ
പാർട്ടി പറയുന്നതനുസരിച്ച് ചിട്ടയോടുകൂടി ഇത്രയും കാലങ്ങൾ നമ്മൾ പണിയെടുത്തതുപോലെ നാളെയും പണിയെടുക്കും. ഈ പാർട്ടിയാണ് നമ്മൾ ഈ തരത്തിലാക്കിയത്. അതുകൊണ്ട് അതിന് പറയുന്നത് പോലെ പണിയെടുക്കും. നിലവിലൊരു LDF അനുസരിച്ച് എ രാജ തന്നെ നിൽക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ NDA അപേക്ഷിച്ച് BJP അപേക്ഷിച്ച് S രാജേന്ദ്രൻ ആണെന്നുള്ള ഒരു സൂചനയൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ AK മണി ആണെങ്കിൽ ഒരു ത്രികോണ മത്സരമല്ല ഇവിടെ നടക്കുക. ത്രികോണ മത്സരത്തിൽ ഇപ്പോഴും അങ്ങനെ നിൽക്കുകയാണല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ത്രികോണ മത്സരമായിരുന്നല്ലോ. BJP മത്സരിച്ച്, പിന്നെ CPM LDF മത്സരിച്ച്, UDFിന്റെ ഭാഗത്തിലുണ്ടായിരുന്നു. അത് ഇപ്രാവശ്യം ഉണ്ടാവും, സ്വാഭാവികമായിട്ടും ഉണ്ടാവും. പിന്നെ കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്യാനായിട്ട്, UDFിന് വേണ്ടി വോട്ട് ചെയ്യാനായിട്ട് ജനങ്ങൾ താല്പര്യം കാണിച്ചാൽ ആര് വേണേ നിന്നോട്ടെ, നമുക്ക് എന്താ കാര്യം? നമ്മൾ അതിനകത്ത് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ഈ പ്രാവശ്യം UDFിന് ജനങ്ങൾ അംഗീകരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഈ ത്രികോണ മത്സരമാണെങ്കിൽ തന്നെ 2 XMLA-മാരും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ നിലവിലെ MLA ആയിരിക്കും മത്സരരംഗത്ത് സജീവമാവുക. അപ്പോൾ UDFിന് എങ്ങനെയായിരിക്കും വിജയ സാധ്യത? 3 പേരും XMLA അല്ലേ? ഈ അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ 3 പേര് XMLA എന്നാണ്. അങ്ങനെ ആണെങ്കിൽ നമ്മൾ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്, മണിയല്ല. പാർട്ടി പറയുന്നത് അനുസരിച്ച് പാർട്ടി പറയുന്നു മണിയാണ് എന്ന് പറഞ്ഞാൽ മണി മത്സരിക്കുമായിരിക്കും. ജനങ്ങൾ തീരുമാനം എടുക്കേണ്ടത് ജനങ്ങളാണ്. മണി വേണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തീരുമാനം എടുത്താൽ അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. ഏതായാലും ജനങ്ങൾ UDFിനെ സ്വീകരിക്കും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. നിയോജക മണ്ഡലത്തിൽ UDFിന് ഒരു വിജയ സാധ്യത കാണുന്നുണ്ടോ? ഉറപ്പായിട്ട്. കാരണം ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ നമ്മൾ ഉള്ളപ്പോൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നുള്ള എൻ്റെ മനസ്സ് പറയുന്നു, വിശ്വാസമുണ്ട്. ജനങ്ങൾക്ക് അത് അറിയാം. പിന്നെ ഒരു സാഹചര്യത്തിലാണ് നമ്മളെ അല്പം വേണ്ട എന്ന് വെച്ചത്. എന്നാലും ജനങ്ങൾക്ക് ഇപ്പം മനസ്സിലായി പണി വേണമെന്നുള്ളത്. അപ്പം ജനങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണോ അങ്ങനെ അതനുസരിച്ചുണ്ടാകും. വിജയസാധ്യത 100%. UDFിന്റെ വിജയസാധ്യതയാണ് ഉള്ളത്. 100% എന്നല്ല, വിജയം ഉണ്ടാവും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. കോർ കമ്മിറ്റിന് ശേഷമായിരിക്കും അതിന്റെ അന്തിമ തീരുമാനം എടുക്കുക. ഇപ്പൊ പാർട്ടി അതേപറ്റി ചർച്ച ചെയ്യാൻ പോവാണ്. ചർച്ച ചെയ്തിട്ട് പാർട്ടി എടുക്കുന്ന തീരുമാനം എന്താണ് അത് നമ്മൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും. ഏതായാലും കോർ കമ്മിറ്റിക്ക് ശേഷമായിരിക്കും സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകുക. ഏതായാലും UDFിന് വലിയ വിജയസാധ്യത എന്ന് തന്നെയാണ് XMLA AK മണി പറയുന്നത്. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. നോക്കാം വേണ്ട ടൈം ന്യൂസ്. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത ചിത്രം ടോക്സിക് IMDbയുടെ ഏറ്റവും പ്രതീക്ഷയുള്ള ഇന്ത്യൻ ചിത്രങ്ങളുടെ പട്ടികയിൽ ഒന്നാമത്. മുത്തോൻ, ലെയർ, സൈഡ് എന്നീ ചിത്രങ്ങളിലൂടെ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ശ്രദ്ധ നേടിയ ചിത്രങ്ങൾക്ക് ശേഷം ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ടോക്സിക്. യാഷും ഗീതു മോഹൻദാസും ചേർന്നാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. ദേശീയ അവാർഡ് ജേതാവായ ഛായാഗ്രാഹകൻ രാജീവ് രവി ചിത്രത്തിലൂടെ വീണ്ടും ഗീതു മോഹൻദാസിനൊപ്പം ചേരുന്നു. കന്നഡയിലും ഇംഗ്ലീഷിലും ഒരേ സമയം ചിത്രീകരിച്ച സിനിമ മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക് തുടങ്ങി നിരവധി ഭാഷകളിൽ ഡബ്ബ് ചെയ്ത് റിലീസ് ചെയ്യും. അരുൺലാൽ രാമചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന സുഖമാണോ സുഖമാണ് എന്ന ചിത്രത്തിലെ ആദ്യ ഗാനം റിലീസായി. കൂടെ കൂടാൻ എന്ന ഗാനത്തിന്റെ വരികൾ മനു മഞ്ജിത്തിന്റേതാണ്. എവുഗിൻ ആലപിച്ച ഗാനത്തിന് ഈണമൊരുക്കിയത് നിബിൻ ബസന്താണ്. ഫെബ്രുവരി 13 ചിത്രം തിയേറ്ററുകളിലെത്തും. ലൂസിഫർ സർക്കസിന്റെ ബാനറിൽ ഗൗരവ് ചനാനെയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മാത്യു തോമസ്, ദീപിക സഞ്ജയ്, ജഗദീഷ്, സ്ഫടികം ജോർജ് തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ അവതരിപ്പിക്കുന്നു. ശോകം മൂകം കൈപുരണ്ടുള്ള നരക ജീവിതം ടൊവിനോ തോമസിനെ നായകനാക്കി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്യുന്ന ചിത്രം പള്ളിച്ചട്ടമ്പിയുടെ പുത്തൻ പോസ്റ്റർ റിലീസായി. ചിത്രത്തിന്റെ നായികയായ കയാദു ലോഹറിന്റെ സിംഗിൾ പോസ്റ്ററാണ് പുറത്തുവിട്ടത്.
ഏപ്രിൽ 9-നാണ് പള്ളിച്ചട്ടമ്പി ആഗോള റിലീസായി തിയേറ്ററുകളിൽ എത്തുന്നത്. മലയാളം ഉൾപ്പെടെ 5 ഭാഷകളിൽ പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്. വേൾഡ് വൈഡ് ഫിലിംസിന്റെ ബാനറിൽ നൌഫൽ, ബ്രിജീഷ് എന്നിവർക്കൊപ്പം CQ ബോസ് എന്റർടൈൻമെന്റ് എന്ന ബാനറിൽ ചാണുക്യ, ചൈതന്യ ചരൺ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. സുരേഷ് ബാബുവാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന ശബരി സബ്സിഡി വെളിച്ചെണ്ണയുടെ വില കുറച്ചിരിക്കുകയാണ്. ലിറ്ററിന് 289 രൂപയായാണ് കുറച്ചത്. സപ്ലൈകോ വഴി നിലവിൽ 329 രൂപയ്ക്ക് വിൽപ്പന നടത്തുന്ന 1 ലിറ്റർ ശബരി നോൺ സബ്സിഡി വെളിച്ചെണ്ണയുടെ വില 309 രൂപയായി കുറയ്ക്കാനും സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ഇതോടെ നോൺ സബ്സിഡി വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് 20 രൂപ കുറയും. സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന ശബരി സബ്സിഡി വെളിച്ചെണ്ണയുടെ വിലയാണ് കുറച്ചിരിക്കുന്നത്. ലിറ്ററിന് 289 രൂപയാണ് ഇപ്പോൾ വില കുറച്ചിട്ടുള്ളത്. സപ്ലൈകോ വഴി നിലവിൽ 329 രൂപയ്ക്ക് വിൽപ്പന നടത്തുന്ന 1 ലിറ്റർ ശബരി നോൺ സബ്സിഡി വെളിച്ചെണ്ണയുടെ വില 309 രൂപയായും കുറയ്ക്കാനും സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ഇതോടെ നോൺ സബ്സിഡി വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് 20 രൂപയായിരിക്കും കുറയുക. എന്നാലും സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന ശബരി സബ്സിഡി വെളിച്ചെണ്ണയുടെ വിലയാണ് കുറച്ചിട്ടുള്ളത്. മഹാരാഷ്ട്രയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി മകളെ കൊലപ്പെടുത്തി പിതാവ്. നന്ദേദ് സ്വദേശി പാണ്ഡുരംഗ് കോണ്ടമംഗലെയാണ് 6 വയസ്സുകാരിയായ മകളെ കനാലിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയത്. 3 മക്കളുള്ളതിനാൽ പാണ്ഡുരംഗിന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. 2-ൽ കൂടുതൽ മക്കളുള്ളവർക്ക് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ കഴിയില്ല എന്ന് മഹാരാഷ്ട്രയിൽ നിയമമുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ഗണേഷ് രാമചന്ദ്ര ഷിൻഡെയാണ് കുട്ടിയെ കൊല്ലാൻ ഉപദേശം നൽകിയത്. കുട്ടിയെ നിസാമാബാദ് ജില്ലയിലേക്ക് കൊണ്ടുപോവുകയും കനാലിലേക്ക് തള്ളിയിടുകയുമായിരുന്നു. പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിനൊടുവിലാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. നന്ദേദിലെ കിരൂർ ഗ്രാമത്തിലെ ബാർബറാണ് പാണ്ഡുരംഗ്. കുട്ടിയെ ഒഴിവാക്കാൻ ഇയാൾ പലതവണ ശ്രമിച്ചിരുന്നു. മകളെ ദത്തു നൽകാനും ഉപേക്ഷിക്കാനും ശ്രമം നടത്തിയിരുന്നു. എന്നാൽ അത് നടക്കാതിരുന്നതോടെയാണ് കൊല നടത്തിയത്. ഡൽഹിയിൽ ഡെലിവറി ഏജന്റിനെ കുത്തിക്കൊന്നു. 22 വയസ്സുള്ള അരുൺ രാജ് ആണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാണ്ഡവ നഗറിൽ വെച്ചായിരുന്നു സംഭവം. വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് വിവരം. ബൈക്കിലെത്തിയ പ്രതികൾ കൈവശമുണ്ടായിരുന്ന മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് കുത്തുകയായിരുന്നു. അരുൺ രാജിന്റെ കഴുത്തിനും നെഞ്ചിനും കുത്തേറ്റിട്ടുണ്ട്. കോഴിക്കോട് നാദാപുരത്ത് തെരുവുനായയുടെ ആക്രമണത്തിൽ 3 വയസ്സുകാരി ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. നാദാപുരം ബസ് സ്റ്റാൻഡിന് പിൻവശത്തെ റോഡിൽ വെച്ചാണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. കോഴിക്കോട് നാദാപുരത്താണ് തെരുവുനായയുടെ ആക്രമണത്തിൽ 3 വയസ്സുകാരി ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റിരിക്കുന്നത്. നാദാപുരം ബസ് സ്റ്റാൻഡിന് പിൻവശത്തെ റോഡിൽ വെച്ചാണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഈ ഒരു ആക്രമണത്തിൽ 3 വയസ്സുകാരിക്ക് ഉൾപ്പെടെയാണ് പരിക്കേറ്റിട്ടുള്ളത്. സംസ്ഥാനത്ത് വ്യാപകമായി തെരുവുനായ ആക്രമണം രൂക്ഷമാവുന്ന സാഹചര്യമാണ് ഉള്ളത്. സുപ്രീം കോടതിയിലടക്കം കേസുകൾ എത്തിയ ഒരു സംഭവമാണ് ഇത്. തെരുവുനായയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് എന്തായാലും ഇപ്പോൾ കോഴിക്കോട് നാദാപുരത്താണ് മറ്റൊരു തെരുവുനായ ആക്രമണം എന്നൊരു വാർത്ത ലഭിക്കുന്നത്. ആക്രമണത്തിൽ 3 വയസ്സുകാരി ഉൾപ്പെടെ 3 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. നാദാപുരം ബസ് സ്റ്റാൻഡിന് പിൻവശത്തെ റോഡിൽ വെച്ചാണ് ഇത്തരത്തിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ട്രാഫിക് വാർഡന്റെ മാതാവിന് മർദ്ദനമേറ്റതായി പരാതി. ആറാലമൂട് സ്വദേശിനി ലതയ്ക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മർദ്ദനത്തിന് പിന്നിൽ ആറാലമൂട് സ്വദേശി യേശുദാസനാണെന്ന് പരാതിയിൽ പറയുന്നു. സ്ഥിരമായി ഇയാൾ അമ്മയും മക്കളെയും ഉപദ്രവിക്കുന്നതായി പരാതിയിൽ പറയുന്നുണ്ട്. എന്റെ പണത്തിനാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. പണം കൊടുത്തില്ലെങ്കിൽ തല്ലയോ അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. നാട്ടുകാർ ആറാടുമുട്ടിലുള്ളവരാരും എന്തിനൊന്നും ചോദിക്കൂല. അതിലൂടെ എന്നെ റോഡിൽ അങ്ങ് കുഞ്ഞൊക്കെ ഇട്ട് അടിക്കുമായിരുന്നു. അങ്ങനെ ഒരിക്കലൊക്കെ വീട്ടിൽ നിന്ന് എൻ്റെ സ്വത്തും മുതലും എല്ലാം എടുത്തുകൊണ്ട് വേറെ കെട്ടി കരുന്ന
പരിപാടിയാണ്. നിരവധി കേസ് നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് അവനെ വിളിച്ച് എന്തിനൊന്ന് കേൾക്കുകയോ എഴുതി ഒപ്പിക്കുകയോ അവൻ്റെ കൂടി അടിക്കലെന്ന് പറയോ അവൻ്റെ പേരിൽ കേസ് എടുക്കുകയോ ചെയ്യണില്ല. അവർ ഇപ്പോഴും എന്നെ മൂക്കമണ്ടയിൽ ഇടിച്ച് പൊട്ടിച്ച് തലയിലിടിച്ച് വയറിൽ ചവിട്ടി ഉരുട്ടി എന്നെ കണ്ടോണ്ട് നിന്നവരാണ് എന്നെ ആശുപത്രിയിലെടുക്കൊണ്ട് വന്നത്. പത്തനംതിട്ട കോഴഞ്ചേരിയിൽ പമ്പയാറ്റിൽ ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. പത്തനംതിട്ട മേലെ വെട്ടിപ്പുറം സ്വദേശി നിരഞ്ജനാണ് മരിച്ചത്. കോഞ്ചേരി പമ്പ് ഹൗസിന് സമീപമുള്ള കടവിൽ കുളിക്കാൻ ഇറങ്ങവെയാണ് വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ടത്. സെന്റ് തോമസ് സ്കൂളിലെ വിദ്യാർത്ഥികളായ 6 അംഗ സംഘമാണ് കുളിക്കാൻ ഇറങ്ങിയത്. ഇതിൽ നിരഞ്ജൻ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. തുടർന്ന് കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റ് 2 കുട്ടികൾ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ലോകമെങ്ങും ഇഷ്ടം പോലെ യാത്ര ചെയ്യാൻ സഹായിക്കുന്ന പദ്ധതിയുമായി ഒരു ആപ്പ്. കേരള വിഷനും KTDSും സംയുക്തമായി ഒരുക്കുന്ന എസ്2ഗോ ടൂറിസം ആപ്പിന് ഉപഭോക്താക്കളിൽ നിന്ന് ലഭിക്കുന്നത് വമ്പൻ സ്വീകരണം. ആകർഷകമായ സ്വദേശ വിദേശ ടൂർ പാക്കേജുകളാണ് ആപ്പ് വഴി ലഭിക്കുന്നത്. അതും എളുപ്പത്തിലുള്ള തവണ വ്യവസ്ഥയിൽ. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ ഉപഭോക്താക്കൾക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യാനും സാധിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേബിൾ TV കോപ്പറേറ്റീവ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ബ്രോഡ്ബാൻഡ് സേവനദാതാവായ കേരള വിഷനും കേരള സഹകരണ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരള ടൂറിസം ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്ഥാപനമായ KTDS ഇന്ത്യ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡുമായി ചേർന്ന് സംയുക്തമായി രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കുന്ന നവീന ടൂറിസം സംരംഭമാണ് എസ്2ഗോ. സാമൂഹികമായും സാമ്പത്തികമായും എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും യാത്ര ചെയ്യാനുള്ള അവസരമൊരുക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. ലോകം കേരളത്തിലേക്കും കേരളം ലോകത്തേക്കും എന്ന ആശയമാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന ദർശനം. ഇതിലൂടെ കേരളത്തെ ദക്ഷിണേന്ത്യയിലെ പ്രധാന ടൂറിസം ഹബ്ബായി മാറ്റുവാൻ സാധിക്കും. ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നിയന്ത്രിക്കുന്നതിനും ക്രോഡീകരിക്കുന്നതിനുമായാണ് അത്യാധുനിക വെബ് ആപ്ലിക്കേഷൻ വികസിപ്പിച്ചിരിക്കുന്നത്. ഈ ആപ്ലിക്കേഷൻ മുഖേന സാധാരണ ജനങ്ങൾക്കും ഉൾപ്പെടെ ഓരോ വ്യക്തിക്കും മാസം തോറും ചെറിയ തുകകൾ അടച്ച് ഇന്ത്യയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും യാത്ര ചെയ്യാൻ അവസരം ലഭിക്കുന്ന ഒരു ജനകീയ ടൂറിസം മാതൃകയാണ് എസ്2ഗോ. പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ വിദേശ സർവകലാശാലകൾ, അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ, വിദേശ ടൂറിസം ഏജൻസികൾ എന്നിവയെ ഉൾപ്പെടുത്തി കേരളത്തിലേക്കുള്ള റിവേഴ്സ് ടൂറിസം ശക്തിപ്പെടുത്തുകയും കേരളത്തെ ദക്ഷിണേന്ത്യയുടെ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുകയുമാണ് ലക്ഷ്യം. കേരളത്തിലെ ജനങ്ങൾ ലോകത്തെ നേരിട്ട് അനുഭവിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ കൂടുതൽ ശക്തമായ അന്താരാഷ്ട്ര ടൂറിസം പദ്ധതികൾ വേഗത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. തൃശൂർ പുന്നയൂർ കുളത്ത് ഗർഭിണിയായ ആടിനെ കൈയും കാലും കെട്ടിയിട്ട് ലൈംഗിക വൈകൃതത്തിനിരയാക്കിയതായി പരാതി. സംഭവത്തിൽ പ്രതിയായ ഇതര സംസ്ഥാന തൊഴിലാളി രക്ഷപ്പെട്ടു. ആടിന്റെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ നാട്ടുകാരെ വെട്ടിച്ച് പ്രതി രക്ഷപ്പെടുകയായിരുന്നു. ഉപ്പുങ്ങൽ സ്വദേശി ഷംസുദ്ദീന്റെ ആടിനെയാണ് ഉപദ്രവിച്ചത്. പാടത്ത് നെല്ലിന് മരുന്നടിക്കാൻ എത്തിയ ആൾ ആടിനെ കൈകാലുകൾ കെട്ടിയിട്ട് ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു. അപ്പൊ നായക്കളാന്ന് പറഞ്ഞപ്പോ പിന്നെ നായക്കളെല്ലാം അപ്പൊ വന്നിട്ട് എന്നോട് പറഞ്ഞു അമ്മട്ട് വന്നോട് ഒരു ബംഗാളി അത് ആടിന്റെ പേര് കൗണ്ട് കൊടുത്തിട്ട് എന്തൊക്കെ കാട്ടുന്നത്. അങ്ങനെ ഞാൻ ഇറങ്ങിയിട്ട് ഓടി. അപ്പോഴേക്ക് ഇതിനെ വിളിപ്പിച്ച് അവൻ അങ്ങോട്ട് വരുമ്പോഴേക്ക് ബംഗാളി ഓടലില്ല. ഞാൻ ചെന്നിട്ട് അവൻ അത്ര ഇതിൽ ഓടിയില്ല. ആടിനെ കെട്ടിട്ട് കയറുന്നത് ഇതിന്റെ കയ്യും കാലൊക്കെ വരിഞ്ഞ് കെട്ടിയേക്കാണ്. എന്നിട്ട് ഇതിനെ ഇങ്ങനെ കൗത്തിയിട്ട് കാല് നീട്ടി വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് കയ്യും കാലൊക്കെ നീട്ടി വെച്ചിട്ട് കൗത്തിയിട്ടിട്ടാണ് പോകാൻ കാട്ടുന്നത്. കൊല്ലം കൊട്ടിയത്ത് MDMAയുമായി യുവാവ് അറസ്റ്റിലായി. മുഖത്തല സ്വദേശി അനന്തു കൃഷ്ണനാണ് അറസ്റ്റിലായത്. വിൽപ്പനയ്ക്കായി എത്തിച്ച 12 ഗ്രാം MDMA ഇയാളുടെ പക്കൽ നിന്നും പിടികൂടി. ബംഗളൂരിൽ നിന്നും ഇന്റർസിറ്റി ബസ്സിൽ കൊട്ടിയത്ത് വന്നിറങ്ങിയ പ്രതിയെ കൊട്ടിയം പോലീസും ഡാൻസ് സ്റ്റാഫും സംഘവും ചേർന്ന് പിടികൂടുകയായിരുന്നു. പാലക്കാട് കോഴിക്കോട് ദേശീയപാത കല്ലടിക്കോട് പനയമ്പാടത്ത് KSRTC ബസ് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച അപകടം. നിയന്ത്രണം വിട്ട ബസ് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
തിരുവനന്തപുരം ആറ്റിങ്ങലിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ഓട്ടോയിലിടിച്ച് 2 പേർക്ക് പരിക്ക്. മെട്രോ സ്റ്റാൻഡിന് മുന്നിലായിരുന്നു അപകടമുണ്ടായത്. യാത്രക്കാരിയെ കയറ്റുന്നതിനിടെ നിയന്ത്രണം വിട്ടുവന്ന കാർ ഓട്ടോറിക്ഷയിലും സമീപത്തുണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റിലും ഇടിക്കുകയായിരുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവർക്കും യാത്രക്കാരിക്കുമാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ ചാലക്കുടിയിൽ പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച് തീപിടിച്ചു. ചാലക്കുടി പുഴപ്പാലത്തിന് സമീപം ദേശീയപാതയിലായിരുന്നു അപകടം. കൊച്ചിയിലുള്ള മരുന്ന് കമ്പനിയുടെ പിക്കപ്പ് വാനും ബൈക്കുമാണ് കൂട്ടിയിടിച്ചത്. ബൈക്ക് പിക്കപ്പിനടിയിലേക്ക് ഇടിച്ചു കയറി ഉടൻ തീപിടിക്കുകയായിരുന്നു. മലപ്പുറത്ത് മരുന്ന് വിതരണം ചെയ്ത് തിരികെ കൊച്ചിയിലേക്ക് മടങ്ങിയിരുന്ന പിക്കപ്പാണ് അപകടത്തിൽപ്പെട്ടത്. ചാലക്കുടി ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും 2 വാഹനങ്ങളും കത്തി നശിച്ചു. മലപ്പുറം പുത്തനത്താണിയിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. എടരിക്കോട് സ്വദേശി സുരേഷാണ് മരിച്ചത്. തിരുനാവായ റോഡിലാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സുരേഷിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. അപകടത്തിന്റെ CCTV ദൃശ്യം പുറത്തു വന്നു. തിരുവനന്തപുരത്ത് ട്രെയിനിന് നേരെ കല്ലേറ്. തിരുവനന്തപുരം നോർത്ത് മൈസൂർ എക്സ്പ്രസിന് നേരെയാണ് കല്ലേറ് ഉണ്ടായിരിക്കുന്നത്. അകത്തുമുറിക്കും വർക്കലയ്ക്കുമിടയിലാണ് സംഭവം. ജനറൽ കോച്ചിന്റെ ഭാഗത്താണ് കല്ലേറുണ്ടായത്. തിരുവനന്തപുരം നോർത്തിൽ നിന്നും കൊല്ലം ഭാഗത്തേക്ക് പോകുന്നതിനിടെയാണ് സംഭവം. കല്ലെറിഞ്ഞ ആളെ കണ്ടെത്താനായിട്ടില്ല. തിരുവനന്തപുരം നോർത്ത് മൈസൂർ എക്സ്പ്രസിന് നേരെയാണ് കല്ലേറുണ്ടായി എന്നൊരു വാർത്ത ലഭിക്കുന്നത്. അകത്തുമുറിക്കും വർക്കലയ്ക്കും ഇടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ജനറൽ കോച്ചിന്റെ ഭാഗത്തേക്കാണ് കല്ലേറുണ്ടായത്. തിരുവനന്തപുരം നോർത്തിൽ നിന്നും കൊല്ലം ഭാഗത്തേക്ക് പോകുന്നതിനിടെയാണ് സംഭവം. കല്ലെറിഞ്ഞ ആളെ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. തൃശൂർ കൊരട്ടിയിൽ ഓട്ടുപാത്രങ്ങൾ മോഷ്ടിച്ച കേസിൽ പശ്ചിമബംഗാൾ സ്വദേശികളായ 3 പ്രതികൾ റിമാൻഡിൽ. പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശികളായ സുജോൺ, ഷാൽത്തു, മിസാൻ എന്നിവരാണ് പോലീസ് പിടികൂടിയത്. ജനുവരി 28-നാണ് കേസിനാസ്പദമായ സംഭവം. വീട്ടിൽ ആളില്ലാത്ത സമയം അതിക്രമിച്ചു കയറി വിലപിടിപ്പുള്ള പാത്രങ്ങൾ മോഷ്ടിക്കുകയായിരുന്നു. 50,000 രൂപയോളം വിലമതിക്കുന്ന ചെമ്പുപാത്രങ്ങളും ഓട്ടുപാത്രങ്ങളുമാണ് പ്രതികൾ കവർന്നത്. പ്രതികളിൽ നിന്ന് മോഷണ മുതലുകൾ പോലീസ് പിടിച്ചെടുത്തു. തൃശൂർ ശക്തൻ മത്സ്യമാംസ മാർക്കറ്റിലെ 2 കടകളിൽ മോഷണം. 60,000 രൂപയും 2 മൊബൈൽ ഫോണുകളും മോഷ്ടാക്കൾ കവർന്നു. താറാവ്, കാട, ഇറച്ചി വിൽപ്പന കടയിലാണ് പട്ടാപ്പകൽ മോഷണം നടന്നത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കോഴിക്കോട് നാദാപുരത്ത് സ്കൂൾ ബസ് റോഡിന് സമീപത്തെ വീട്ടിലേക്ക് പാഞ്ഞുകയറി. വട്ടോളി ഹൈടെക് പബ്ലിക് സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വിദ്യാർത്ഥികളെ ഇറക്കി മടങ്ങുന്നതിനിടയിലായിരുന്നു സംഭവം. നിയന്ത്രണം വിട്ട ബസ് വീടിന്റെ ചുറ്റുമതിൽ തകർത്ത പറമ്പിലേക്ക് പാഞ്ഞു കയറുകയും കിണറിന് മുകളിൽ ചെന്ന് നിൽക്കുകയുമായിരുന്നു. പുളിയാവ് കല്ലുമൽ റോഡിൽ അസ്കറിന്റെ വീട്ടിലേക്കാണ് ബസ് പാഞ്ഞു കയറിയത്. തലനാരിടയ്ക്കാണ് വലിയൊരു അപകടം ഒഴിവായത്. അപകട സമയത്ത് ഡ്രൈവർ മാത്രമാണ് ബസ്സിലുണ്ടായിരുന്നത്. ഇയാൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് ഡ്രൈവറെ പുറത്തെടുത്തു. പത്തനംതിട്ട ചെങ്ങറയിലും പരിസര പ്രദേശങ്ങളിലും വന്യമൃഗശല്യം രൂക്ഷം. ചുറ്റും അടിയന്തരമായി സുരക്ഷാ വേലി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഞള്ളൂർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സാധുജന വിമോചന സംയുക്ത വേദിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. അതുമ്പുകുളം ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന അംഗം ജാനകി മാണികുളം സംസ്ഥാന പ്രസിഡന്റ് KS ഗോപിക്ക് പതാക കൈമാറി മാർച്ച് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ ചെങ്ങറ ഭൂസമര സഹായ സമിതി ചെയർമാൻ S രാജീവൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് KS ഗോപി അധ്യക്ഷത വഹിച്ചു. കാലാവസ്ഥാ വ്യതിയാനം കൃഷിഭൂമികളെ തകർക്കുമ്പോൾ അതിജീവനത്തിന് പുതുവഴികൾ തേടുകയാണ് പത്തനംതിട്ട. കാർഷിക വിളകളെ തിരികെ എത്തിക്കാനും സംരക്ഷിക്കാനുമായാണ് കല്ലൂപ്പാറ കർഷക കൂട്ടായ്മ വിത്തുവേലി ചന്ത സംഘടിപ്പിച്ചത്.
മണിമലയാറിന്റെ തീരത്തുള്ള കറുത്ത വടശ്ശേരിക്കടവ് പാലത്തിന് സമീപത്തെ പച്ചത്തുരുത്തിലാണ് വിത്തുവേലിച്ചന്ത സംഘടിപ്പിച്ചത്. കാഴ്ചയിൽ ചെറുതാണെങ്കിലും വൈവിധ്യമാർന്ന നടീൽ വസ്തുക്കളാണ് ചന്തയിൽ ഉണ്ടായിരുന്നത്. കൂടാതെ തനത് കിഴങ്ങുവർഗ്ഗങ്ങൾ, ഔഷധ ഗുണമുള്ള പച്ചക്കറികൾ, അപൂർവ വൃക്ഷത്തൈകൾ എന്നിവയുടെ പ്രദർശനവും വിപണനവും നടന്നു. തനത് കിഴങ്ങ് വർഗ്ഗങ്ങളുടെയും പച്ചക്കറികളുടെയും വൃക്ഷങ്ങളുടെയും എല്ലാം നടീൽ വസ്തുക്കൾ കർഷകർക്ക് എത്തിച്ചു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വിത്തുവേലിച്ചന്ത സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് കാർഷിക കൂട്ടായ്മ ഭാരവാഹി ലജു കല്ലു പറഞ്ഞു. പ്രധാനമായും നമ്മളിവിടെ കിഴങ്ങ് വിളകൾക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതിൽ കാച്ചിലുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എലിവാലം കാച്ചില്, ശീമക്കാച്ചില്, നീലക്കാച്ചില്, വെള്ളക്കാച്ചില്, കടുവാക്കയ്യം കാച്ചില്, പിന്നെ അടതാപ്പ്, ചൂലക്കാച്ചില്, ഇങ്ങനെ ഉള്ള കാച്ചിലുകളുണ്ട്. ഇവയ്ക്കൊക്കെ വ്യത്യസ്ത രുചിയും അതായത് വ്യത്യസ്ത പിന്നെ മണവും ഒക്കെയുള്ള ഇതാണ്. അവയുടെ ഗുണനിലവാരത്തിന്റെ കാര്യത്തിലും പ്രത്യേകതയുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പുതിയ തലമുറയ്ക്ക് കേട്ടുകേൾവി മാത്രമായിരുന്നു. ഇത് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പഴയ തലമുറയിൽപ്പെട്ട പലരും ഇത് കേട്ടിട്ടുണ്ടെന്നല്ലാതെ കണ്ടിരുന്നില്ല. ഭാവിയിൽ ഇത് കൂടുതൽ വിപുലമായി നടത്തുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അതിനായി ഗ്രാമപഞ്ചായത്തുമായി നമ്മൾ സംസാരിച്ചിരുന്നു, മറ്റ് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളോട് സംസാരിച്ചിരുന്നു. അപ്പം ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ ഇത് ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ച് സംസാരിച്ചു. അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭാവിയിൽ കിഴങ്ങ് വിളകളുടെ ഒരു സംരക്ഷിത ഗ്രാമം എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് കല്ലുപ്പാറയെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാനും സംസ്ഥാനത്ത് ഉടനീളം ഉള്ള ആളുകൾക്ക് ഈ ഒരു ഗ്രാമത്തിന്റെ പ്രവർത്തനം പ്രചോദനമാകുകയും ചെയ്യുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ചന്തയിലെ മറ്റൊരു ആകർഷണമായിരുന്നു മലബാറിലെ വീട്ടുവളപ്പിൽ നിന്നും കണ്ടെത്തിയ അപൂർവമായ രുദ്രാക്ഷ പ്ലാവുകൾ. 150ഓളം വിത്തുകൾ പാകിയതിൽ നിന്നും ലഭിച്ച 40 തൈകൾ മാത്രമാണ് വിൽപ്പനയ്ക്കായി ഒരുക്കിയത്. അതിനാൽ തന്നെ ആവശ്യക്കാർ ഏറെ ഉണ്ടായിരുന്ന ഈ തൈകളുടെ വിൽപ്പനയിൽ കടുത്ത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. വരും തലമുറയ്ക്ക് വിഷമില്ലാത്ത ഭക്ഷണവും പ്രകൃതിയോടിണങ്ങിയ കൃഷിരീതിയും പകർന്നു നൽകാനുള്ള കല്ലുപ്പാറയിലെ ഈ കർഷകരുടെ പ്രയത്നത്തിന് വലിയ പിന്തുണയാണ് കൃഷിവകുപ്പിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ലഭിച്ചത്. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട. രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം പത്തനംതിട്ടയിൽ പ്രവർത്തനം ആരംഭിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജും സിനിമാ താരം മഹിമ നമ്പ്യാരും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. സ്വർണ്ണാഭരണ ബിസിനസ് രംഗത്ത് പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 14ാമത് ഗോൾഡ് ഷോറൂമാണ് പത്തനംതിട്ടയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഷോറൂമിന്റെ ഉദ്ഘാടനം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജും രാജകുമാരി ബ്രാൻഡ് അംബാസിഡറും അഭിനേതാവുമായ മഹിമ നമ്പ്യാരും ചേർന്ന് നിർവഹിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ സിന്ധു അനിൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത 10 ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് മോതിരം സമ്മാനമായി നൽകി. ഒമാനിൽ നിന്നുള്ള അബ്ദുള്ള അൽ മുഷർഫി, പത്തനംതിട്ട മുനിസിപ്പൽ വാർഡ് കൗൺസിലർ ബിബിൻ ബേബി തുടങ്ങിയവരും സാമൂഹിക രംഗത്തെ പ്രമുഖരും രാജകുമാരി ഗ്രൂപ്പ് ഡയറക്ടർമാരും ചടങ്ങിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട. പുത്തൻ തലമുറയ്ക്ക് കൃഷിയുടെ ബാലപാഠങ്ങൾ പകർന്നു നൽകി മൂവാറ്റുപുഴയിൽ നെൽക്കൊയ്ത്തും എള്ള് കൃഷി പഠനവും സംഘടിപ്പിച്ചു. റോട്ടറി ക്ലബ്ബ് ഓഫ് മൂവാറ്റുപുഴ ഹെറിറ്റേജും നിർമ്മല കോളേജ് ബോട്ടണി വിഭാഗവും വടക്കൻ മാറാടി ഇട്ടുണ്ണാൻ പടവ് പാടശേഖര സമിതിയും സംയുക്തമായാണ് പ്രായോഗിക പരിശീലനം ഒരുക്കിയത്. ക്ലാസ്സുകളിൽ നിന്ന് പാഠശാലയിൽ നിന്ന് നമ്മൾ പാടത്തേക്ക് എത്തിച്ച് അവർക്ക് കൊയ്യാനും മെതിക്കാനും കറ്റ കെട്ടാനുമുള്ള ഒരു ചെറിയ പരിശീലനമാണ് റോട്ടറി ക്ലബ്ബ് ഓഫ് മൂവാറ്റുപുഴ ഹെറിറ്റേജിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന്
ഇവിടെ നടക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബോട്ടണി നിർമ്മല കോളേജ് ഇതിൽ ആത്മാർത്ഥമായിട്ട് നമ്മളോടൊപ്പം സഹകരിച്ചിട്ടുണ്ട്. കോളേജിനുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. വിദ്യാർത്ഥികളിലൂടെ എത്തിച്ചേർന്ന നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് കൃഷിക്കാർ നെല്ല് ഉൽപ്പാദിപ്പിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിച്ച് നമ്മളുടെ തീന്മേശയിൽ എത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ പരിചയപ്പെടുത്തൽ കൂടിയാണ് ഈ സംഭവം. ഇതോടൊപ്പം തന്നെ ഞങ്ങൾ നെൽകൃഷിയോടൊപ്പം തന്നെ ഇവിടെ എള്ളും ചെയ്തിട്ടുണ്ട്. ഒരു കാലത്ത് ഈ പാടശേഖരം മുഴുവൻ എള്ള് കൃഷി ചെയ്തിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ അത് വളരെ കുറഞ്ഞു വന്നിരിക്കുന്നു. അപ്പോൾ എള്ളിൻ്റെ പ്രാധാന്യവും എള്ള് ഒരു ഓണാട്ടുകര പ്രദേശത്ത് വ്യാപകമായി ഇടവളയായിട്ട് ചെയ്തു വരുന്ന മൂന്നാം കൃഷിയായിട്ട് ചെയ്തു വരുന്ന എള്ള് ഈ മാറാടിയിൽ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എൽദോ KM എന്ന് പറയുന്ന റിട്ടയർഡ് ഫാം സൂപ്രണ്ടാണ്. നെൽകൃഷിയോടൊപ്പം തന്നെ 40 വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രദേശത്ത് സജീവമായിരുന്ന എള്ള് കൃഷിയെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് പഠനം നടത്തി. കർഷകനായ എൽദോ KMന്റെ എള്ളിൻ പാടത്തായിരുന്നു പരിശീലനം. റിട്ടയർഡ് കൃഷി ഓഫീസർ സാജു KC എള്ളും നെല്ലും മാറി മാറി കൃഷി ചെയ്യുന്നതിലൂടെ മണ്ണിൻ്റെ ഫലപുഷ്ടി എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് വിശദീകരിച്ചു. എള്ളിൻ്റെയും എണ്ണയുടെയും ഔഷധ ഗുണങ്ങളെക്കുറിച്ചും കർഷകർ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. ബോട്ടണി വിഭാഗം മേധാവി ഡോക്ടർ ജീന ജോർജ്, അധ്യാപകർ, കർഷകരായ വിജയൻ തട്ടായത്ത് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ബിരുദ വിദ്യാർത്ഥികൾക്ക് ഹെർബേറിയം തയ്യാറാക്കുന്നതിനായി എള്ളുചെടികളും കർഷകർ കൈമാറി. കേരള